കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ ടൗൺ ഹാളിൽ കൊച്ചുകുട്ടികളുടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു വാഹനങ്ങളെല്ലാം ശേഷം മാറും. അതിനുവേണ്ടി അവിടെ കൂട്ടം കൂടി നിൽക്കേണ്ടതില്ല. മുൻനിരയിലേക്ക് എല്ലാവരും, ഈ പുറകിൽ നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഈ കസേരയിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആമുഖമായി സംസാരിക്കുവാൻ BJP സംസ്ഥാന കമ്മിറ്റി അംഗം ബഹുമാനായ ശ്രീ എൻ പി ശങ്കരകുട്ടി ചേട്ടൻ ആമുഖമായിട്ട് ഇവിടെ സംസാരിക്കുകയാണ്. ഇന്നത്തെ NDA സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീമാൻ അഡ്വക്കേറ്റ് K. ഷൈജു, മറ്റ് വേദിയിലിരിക്കുന്ന ഘടകകക്ഷി നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം 26-ാം തീയതി രാവിലെ ആരംഭിക്കുകയാണ്. വിലയേറിയ സമ്മതിദാനാവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ശ്രീമാൻ ഡോക്ടർ KS രാധാകൃഷ്ണനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കാനുള്ള ഒരു പൊതു യോഗം കൂടിയാണിത്. സാധാരണഗതിയിലെ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ആരായിരിക്കും ഈ പ്രാവശ്യം രാജ്യം ഭരിക്കുന്നതെന്ന് നാട്ടിൽ ചായക്കടയിലും മറ്റു തലങ്ങളിലൊക്കെ ചർച്ചയാണ്. ഈ പ്രാവശ്യം ജനങ്ങൾ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ NDA സഖ്യത്തിന് എത്ര സീറ്റ് കിട്ടുമെന്നാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി വീണ്ടും തുടരുമെന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു സംശയവുമില്ല. ആകപ്പാടെ അല്പം സംശയമുള്ളത് പിണറായി വിജയനും കൂട്ടർക്കുമാണ്. ഇപ്പോൾ പാർട്ടിക്ക് പാർലമെൻറ്റിൽ 303 സീറ്റുണ്ട്. ആ സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് തനിച്ച് 370 സീറ്റാക്കണമെന്നാണ് കഴിഞ്ഞ പാർലമെൻറ്റിൻ്റെ അവസാന സെഷൻ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത്. അദ്ദേഹം 370 എന്ന് പറഞ്ഞത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ഒരു 370 പിറ്റേ ദിവസം അതിൻ്റെ കൂടുതലായിട്ട് അദ്ദേഹം പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 5 വർഷം മുമ്പ് അധികാരത്തിലേറുന്നതിന് പ്രകടന പത്രിക തയ്യാറാക്കി. പ്രകടന പത്രികയ്ക്കകത്ത് നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, BJPക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാശ്മീരിന് കൊടുത്തിരിക്കുന്ന പ്രത്യേക പദവി ആർട്ടിക്കിൾ 370 370-ാം വകുപ്പ് എടുത്ത് മാറ്റും. 370 വകുപ്പെടുത്ത് മാറ്റി കാശ്മീരിലേക്ക് കേരളത്തിൽ നിന്ന് വരെ ജനങ്ങൾ കുടുംബസമേതം പോയി അവിടുത്തെ തടാകത്തിൽ വഞ്ചിക്കകത്തിരുന്ന് തുഴഞ്ഞ് തിരിച്ച് ഇപ്പോൾ വീട്ടിൽ വരാണ്. വർഷങ്ങൾക്ക് മുമ്പ് രാജേഷ് ഖന്നയും ഷർമിള ടാഗോറും കാശ്മീരിൽ സിനിമയിൽ പാട്ട് പാടിയതാണ് ഇപ്പോഴും TV-ക്കകത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതിയ ഹിന്ദി സിനിമയ്ക്കകത്ത് കാശ്മീരിൻ്റെ പശ്ചാത്തലത്തിലെ ഒത്തിരി സിനിമകൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ 370-ാം വകുപ്പ് എടുത്തു മാറ്റുന്നതിന് മുമ്പ് എനിക്കോ നിങ്ങൾക്കോ പോയി കാശ്മീരിൽ 1 സെന്റ് ഭൂമി വാങ്ങാൻ സാധിക്കില്ല. അവിടെ പഞ്ചസാരയ്ക്ക് വില 16 രൂപയായിരുന്നെങ്കിൽ ഇവിടെ 32 രൂപയായിരുന്നു. സബ്സിഡിയേറ്റ് റൈറ്റ്. അവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിയമമില്ല. ഇവിടെ നിന്ന് ഒരാളെ വിവാഹം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ നിയമമുണ്ട്. അങ്ങനെ രാജ്യത്ത് അതുവരെയും ശ്യാംബാബു പറഞ്ഞത് ഈ രാജ്യത്ത് ഒറ്റ പ്രധാനമന്ത്രി മതി, ഈ രാജ്യത്തിന് ഒറ്റ നിയമം മതി, ഈ രാജ്യത്തിന്
ഒറ്റ ദേശീയ പതാക മതി. അതിനു വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിച്ച വീരമൃത്യു വരിച്ച ആളാണ് ശ്യാമപ്രസാദ് മുഖർജി. അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടിക്ക് പാർലമെന്റില് 370 സീറ്റ് വേണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹം ഒരു വാക്ക് കൂടി ചേർത്തു. ഓരോ ബൂത്തിലും ഭാരതീയ ജനതാ പാർട്ടി ചുരുങ്ങിയത് 370 വോട്ട് നമ്മൾ ഓരോ ബൂത്തിലും NDA സഖ്യത്തിന് വാങ്ങിക്കൊടുക്കാനുള്ള പ്രവർത്തനം വരും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ നടത്തണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങള് അത് ശിരസ വഹിക്കാൻ പോവുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ മാർച്ച് മാസം 1-ാം തീയതി നാട്ടില് ആർക്കെങ്കിലും ശമ്പളം കിട്ടിയോ? കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം കേരള ഗവൺമെന്റിന് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഗതികേടുണ്ടായ മാസമാണ് കഴിഞ്ഞ മാർച്ച് മാസം 1-ാം തീയതി. 1-ാം തീയതി ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ പറഞ്ഞത് സെർവർ തകരാറ് കാരണമാണ് ഞങ്ങൾ പൈസ കൊടുക്കാത്തതെന്നാ പറഞ്ഞ. 2-ാം തീയതി പൈസ കൊടുത്തോ? 2-ാം തീയതി ഭാഗികമായിട്ട് സെർവറിന്റെ തകരാറ് പരിഹരിച്ചു. കുറെ ആൾക്കാർക്ക് പൈസ കൊടുത്തതൊഴിച്ചാല് പിന്നെ കൊടുത്തില്ല. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് മാർച്ച് മാസം 3-ാം തീയതി 4-ാം തീയതി 5-ാം തീയതി വരെ കിട്ടാത്ത ആൾക്കാരുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഗതികേട് സർക്കാർ ജീവനക്കാർക്ക് ഉണ്ടായത്. കേരളത്തില് സർക്കാർ ജീവനക്കാര് 5,20,000, പെൻഷൻ വാങ്ങുന്ന ആൾക്കാര് 5,30,000. ഇവർക്ക് കൂടി പെൻഷനും ശമ്പളവും വേണ്ടിയിട്ട് ഇപ്പൊ ഒരു മാസം വേണ്ടി വരുന്നത് 6,700 കോടി രൂപയാണ്. കേരള ഗവൺമെന്റിന്റെ അടുത്ത് ആകപ്പാടെയുള്ളത് 700 കോടി രൂപ. എങ്ങനെ കൊടുക്കും? ചരിത്രത്തിൽ ആദ്യമായിട്ട് സപ്ലൈകോയിൽ പോയിട്ട് അമ്മമാര്, പാവപ്പെട്ട അമ്മമാര് നിത്യോപക സാധനം കിട്ടാതെ അതിന്റെ മുമ്പിൽ നിന്ന് പ്രാഗി ഇറങ്ങിപ്പോണ സാഹചര്യം കേരളത്തിലുണ്ട്. ഭാരത് റൈസ് ഇന്ത്യ ഗവൺമെന്റ്, NDA ഗവൺമെന്റ് ഈ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാർക്ക് 1-ാം തരം തുമ്പപ്പൂ പോലെ വിളങ്ങുന്ന തുമ്പപ്പും ചോറ് വിളമ്പി. അതേപോലത്തെ അരിയാണ് ഞങ്ങള് 29 രൂപയ്ക്ക് കൊടുത്തത്. ആവശ്യക്കാർക്ക് ഇഷ്ടം പോലെ ചില ആൾക്കാർ വന്ന് ഹെൽമെറ്റ് വെച്ച് വാങ്ങിക്കൊണ്ടുപോയി. നാട്ടുകാരെ അറിയാതിരിക്കാൻ വിരോധമില്ല. അത് കഴിഞ്ഞപ്പോ ഇവിടെ ഒരു റൈസ് ഇറങ്ങി, കേരള റൈസ്. മാവേലി സ്റ്റോറിലിരുന്ന സപ്ലൈകോയിലിരുന്ന അരി അവിടെ നിന്ന് എടുത്ത് 3 രൂപയും കൂടി കൂട്ടി 30 രൂപയ്ക്ക് മേല് വരുന്ന വിലയ്ക്ക് അത്യാവശ്യം 5-8 സ്ഥലത്ത് കൊണ്ടേ കൊടുത്തപ്പോ ഇപ്പൊ കുട്ടിച്ചാക്കൂല നിറയ്ക്കാനായിട്ട് പൈസയില്ല, അരിയില്ല. ഇതേപോലെ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ത് വില കൊടുത്തും ഇവിടുന്ന് MP-മാരെ വിജയിപ്പിച്ച് അയക്കേണ്ട ബാധ്യത ഈ രാജ്യത്ത് NDA സഖ്യത്തിനുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന 3 മീറ്റിംഗിലും അദ്ദേഹം പറഞ്ഞത് ഈ പ്രാവശ്യം കേരളത്തിൽ നിന്ന് 2 പാർലമെന്റ് അംഗത്തിനെ ജയിപ്പിച്ചു കൊണ്ടുപോകും. അവരൊക്കെ അറബിക്കടൽ നീന്തി വന്ന ആൾക്കാരാ. പറഞ്ഞത് ചെയ്യുവര്. അതായത് ഏറ്റവും ചുരുങ്ങിയത് 10 പാർലമെന്റ് MP-മാരെ കേരളത്തിൽ നിന്ന് അയക്കണമെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് NDA സഖ്യം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലോകരാജ്യങ്ങള് ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നേപ്പാൾ സന്ദർശിച്ചു. നേപ്പാളിലെ പരമോന്നത ബഹുമതി ഭാരതരത്നം പോലെയുള്ള നേപ്പാളിന്റെ ബഹുമതി 17ാമത്തെ രാജ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തു. ലോകരാഷ്ട്രം അംഗീകരിക്കാനായിട്ട്, രാജ്യങ്ങൾ അംഗീകരിക്കാനായിട്ട് തയ്യാറായി വരുന്നു. ഭാരതത്തിന്റെ യശസ് രാജ്യമെമ്പാടും വർദ്ധിച്ചു. ഇവിടെ നിന്ന് ആൾക്കാര് യമനിൽ പോയി കുടുങ്ങി, 3500 പേര്. നമ്മൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് യമനിലേക്ക് അയച്ചു.
യമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ കാലെന്ന് കൂടി ഒരു അർത്ഥമുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇന്ത്യ ഗവൺമെന്റ് അയച്ചു, യമനിൽ നിന്ന് ആളെ കൊണ്ടുവന്നു. ഇസ്രായേലിലെ യുദ്ധമുണ്ടായപ്പോൾ അങ്ങോട്ട് ചാർട്ടേഡ് ഫ്ലൈറ്റ് അയച്ചു, ആളെ കൊണ്ടുവന്നു. ഉക്രൈൻ റഷ്യ യുദ്ധം ചെയ്തപ്പോൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് അങ്ങോട്ട് അയച്ചു, ആളെ കൊണ്ടുവന്നു. ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പൈലറ്റും എയർ ഹോസ്റ്റസും മാത്രമായിട്ട് ഓടിച്ചു പോയി തിരിച്ചു വരുമ്പോൾ ടിക്കറ്റ് ഇല്ലാതെ ആളെ കൊണ്ടുവന്ന ഇന്ത്യ ഗവൺമെന്റ്. ലോകത്തില് എവിടെ പോയിരിക്കുന്ന ഓരോ പൗരനും എന്നെ ഇന്ത്യ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം നേടിക്കൊടുക്കാനായിട്ട് NDA സഖ്യത്തിന് രാജ്യമെമ്പാടും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള കാര്യം. നിഷേധിക്കാൻ പറ്റുമോ? പ്രതിപക്ഷം നമ്മുടെ നാട്ടിലില്ല. പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി ആകുന്നു പറഞ്ഞ ആള് ഇപ്പൊ തിഹാർ ജയിലിരുന്ന് അഴി എണ്ണാണ് കെജ്രിവാള്. അണ്ണാ ഹസേരയുടെ ഒപ്പത്ത് തോളൊപ്പം നിന്നിട്ട് ഞങ്ങള് അഴിമതി തുടച്ചു മാറ്റും, മദ്യം നിരോധിക്കും, അഴിമതിക്കാരെ ചൂലുകൊണ്ട് അടിച്ചോടിക്കുമെന്ന് പറഞ്ഞ ആള് അണ്ണാ ഹസാഗര ഇന്നലെ പറഞ്ഞു മദ്യനയത്തിനകത്ത് 800 കോടി രൂപ അഴിമതി നടത്തി തിഹാർ ജയിലിന്റെ അകത്ത് കിടക്കുന്ന കെജ്രിവാളിനെ ചോദിച്ചു. അണ്ണാ ഹസാരെ പറഞ്ഞു നിങ്ങളായിട്ട് ഞങ്ങൾക്കിനി ഒരു സഖ്യവുമില്ല. ആരാകും പ്രധാനമന്ത്രി? ഒരാളിവിടെ സ്വപ്നം കാണാണ്, ഭാവിയിലെ പ്രധാനമന്ത്രി പിണറായി വിജയൻ. ഇടയ്ക്കിടയ്ക്ക് സ്വപ്നമുണ്ട്. ഇപ്പം ഈ അടുത്ത ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എഴുന്നേക്കാണ്. കാരണം എന്താ? ED ഒരു അന്വേഷണം വരാൻ പോണു എന്ന് പറഞ്ഞൊരു ഭയപ്പാട്. മിനിങ്ങാന്ന് രാത്രി പിണറായി വിജയനും എല്ലാവരും കൂടി ഇരുന്ന് വീട്ടിൽ TV നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനം, അതൊക്കെ കാണുമ്പോഴാണ് ഓരോ പാട്ടുകളൊക്കെ വരുമ്പോൾ ആകപ്പാടെ അസ്വസ്ഥനാണ്. പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാര് നാടകത്തിന് വേണ്ടി പിന്നീട് മൂലധനം സിനിമയ്ക്കകത്ത് വന്ന പാട്ടൊക്കെ ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങ് തീർത്തു എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ പേടിയാണ്. ED വീടിൻ്റെ പടിക്ക് വന്ന് നിൽക്കാണ്. മാസപ്പടി വിവാദം, കമ്പനീസ് രജിസ്റ്റർ ആക്ട് പ്രകാരമുള്ള അഴിമതി ആരോപണം ഇൻകം ടാക്സ് കമ്മീഷണറേറ്റ് അന്വേഷിക്കാൻ പറഞ്ഞു. ED പ്രാഥമിക അന്വേഷണം നടത്തി, FIR ഇട്ടു. ഇനി അത്യാവശ്യം എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വിളിക്കണമെന്നുള്ള ആ ഒറ്റ ഭയപ്പാടിനകത്ത് നിൽക്കുകയാണ്. ഇന്ന് വരെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ED. ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ? പിണറായി വിജയൻ വേണ്ടിയിട്ടില്ല. ചന്ദ്രശേഖർ റാവുവിന്റെ മകള് കവിതയെ അറസ്റ്റ് ചെയ്തു. അഴിമതി വല്ലതും മിണ്ടിയിട്ടുണ്ടോ? മിണ്ടണില്ല. കാരണം നാളെ നമുക്ക് അറസ്റ്റ് വരുമെന്നൊരു ഭയം ഉള്ളതുകൊണ്ട് EDക്കെതിരെ പറയാനായിട്ട് ഗോവിന്ദൻ മാഷ് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തെരഞ്ഞെടുപ്പ് NDA സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് വൻപിച്ച വിജയമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള ദിവസങ്ങളിൽ അക്ഷീണം മനവരത മനസ്സുയുധം നിങ്ങളുടെ പ്രവർത്തനം കാഴ്ചവെക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ ശ്രീ കുരുവിള മാത്യൂസ് നമ്മളോട് സംസാരിക്കും. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ NDAയുടെ ജില്ലാ ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് KR ഷൈജു, വേദിയിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം വീണ്ടും ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. 26-ാം തീയതി കേരളത്തിലെ വോട്ടിംഗ് നടക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വോട്ടർമാരുടെ മുമ്പിലുള്ളൊരു ചോദ്യം നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണമോ വേണ്ടയോ എന്നുള്ളതാണ്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി മൂന്നാമതും അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല.
400+, അതെത്രയാണ്? 410 420 430 സീറ്റാണോ എന്നുള്ള ഒരു തർക്കം മാത്രമേ ഉള്ളൂ. വിവിധ സർവേകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക, നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെപ്പറ്റി ആരും ആശങ്കപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ ഈ കേരളത്തിൽ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കാലാകാലങ്ങളിൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ, കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നേതൃത്വത്തിലുള്ള 2 മുന്നണികൾ മാറി മാറി ഭരിച്ച് കേരളം ഒരു പരുവമാക്കിയിരിക്കുക. ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി അഴിമതിരഹിതമായ ഒരു ഭരണം ഈ രാജ്യത്ത് നടപ്പിലാക്കണമെങ്കിൽ അത് NDA-യിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം വികസനം എന്താണെന്ന് നമുക്ക് കാട്ടിത്തന്നു. 10 വർഷക്കാലം കൊണ്ട് ഈ കൊച്ചു കേരളത്തിനും ഒരുപാട് നേട്ടങ്ങൾ, വികസന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, 10 വർഷങ്ങൾക്കപ്പുറത്ത് UPA ഗവൺമെൻറ് ഈ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ AK ആൻ്റണിയും വയലാർ രവിയും അടക്കമുള്ള 8 കേന്ദ്രമന്ത്രിമാർ ഈ സംസ്ഥാനത്ത് നിന്നുണ്ടായിരുന്നു. അന്നൊന്നും ഈ കൊച്ചു കേരളത്തിന് ലഭിക്കാത്ത അത്ര നേട്ടങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലൂടെ പോകുന്ന കൊച്ചി മെട്രോ ഉൾപ്പെടെ, വാട്ടർ മെട്രോ ഉൾപ്പെടെ, ദേശീയപാതയുടെ വികസനം, ആലപ്പുഴ ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ്, പതിറ്റാണ്ടുകളായി നിർമ്മാണം നിർത്തിവെച്ച് കിടന്നിരുന്ന ഒട്ടനവധി വികസന പ്രശ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് NDA-ക്ക് അനുകൂലമായി MP-മാരെ സൃഷ്ടിച്ചു കൊടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ഈ സംസ്ഥാനത്തോട് ഇത്ര അനുഭാവപൂർണമായ, ഉദാരപൂർണമായ ഒരു സമീപനം സ്വീകരിച്ച ഒരു കേന്ദ്ര ഗവൺമെൻറ് ഭാരതത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇന്ത്യ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് അഴിമതി രഹിതമായ ഒരു ഭരണമാണ് ഈ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ നെറുകയിൽ ഭാരതത്തെ എത്തിക്കുക എന്നുള്ള ആ യജ്ഞം ഏറ്റെടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ 3-ാം സാമ്പത്തിക ശക്തിയായി നമ്മുടെ ഭാരതത്തെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ശങ്കരൻകുട്ടി ചേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുക. ഈ 2 മുന്നണിക്കെതിരെ, ഇടത് വലത് മുന്നണിക്കെതിരെ ഒരു വലിയ വികാരം ഈ കേരളത്തിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ഒരേ തൂവൽ പക്ഷികളാണ്. ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു, UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ രൂപമായ SDPI ഈ സംസ്ഥാനത്തെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നു എന്ന പ്രസ്താവന ഇന്ന് വർത്തമാന പത്രങ്ങളിലെല്ലാം ഉണ്ട്. എനിക്ക് പ്രിയപ്പെട്ട UDF-ൻ്റെ നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഈ സംസ്ഥാനത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും മതസൗഹാർദ്ദവും നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ SDPI-യുടെ വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ UDF തയ്യാറാകുമോ? ഇടതുപക്ഷം തയ്യാറാകുമോ? നിങ്ങൾക്കറിയാം, ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഇസ്രായേലിനെതിരെ മിസൈൽ പായിച്ചത് നമ്മുടെ മനസ്സിലുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും മാസക്കാലമായി ഈ സംസ്ഥാനത്ത് മുഴുവൻ മത്സരിച്ച് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുകയായിരുന്നു CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അതേ പാത സ്വീകരിച്ചുകൊണ്ട് UDF കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ഈ 2 മുന്നണികളും മത്സരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ആലപ്പുഴയിൽ കഴിഞ്ഞ വർഷമാണ് SDPI-യുടെ ഒരു സമ്മേളനത്തിൽ ഉയർത്തിയ മുദ്രാവാക്യം, അരിയും മലരും കുന്തിരക്കവും കരുതി വെച്ചോളൂ, കാലൻ വരുന്നുണ്ട്. കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളോടും
ക്രൈസ്തവ വിശ്വാസികളോടും ഒരു വെല്ലുവിളി എന്ന നിലയിൽ അവരുയർത്തിയ മുദ്രാവാക്യമാണ്. ഇതൊന്നും മറന്നുപോയിട്ടില്ല. അങ്ങനെ ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയുമൊക്കെ ഈ തീവ്രവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കേരള കോൺഗ്രസ്സുകാരനാണ്. കേരള കോൺഗ്രസിൻ്റെ വിവിധ വിഭാഗങ്ങൾ ഇരു മുന്നണിയിലുമുണ്ട്. എനിക്ക് ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയോടും PJ ജോസഫിനോടും ചോദിക്കാനുള്ളത്, ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാടെന്താണ്? ഹമാസിൻ്റെ തീവ്രവാദ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും തയ്യാറാവണം. നിങ്ങൾ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് വലിയ പ്രചരണം നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കള്ളപ്രചരണങ്ങളുമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കടന്ന് ഈ രണ്ട് മുന്നണികളും ഒരേ നയങ്ങളും പരിപാടികളുമാണ്. വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ CPM-ൻ്റെ കൊടിയും കോൺഗ്രസിൻ്റെ കൊടിയും ഒന്നിച്ചു കൂട്ടിക്കെട്ടിയിട്ടാണ് പ്രചരണം. ഇവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന ആനി രാജയുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് D രാജ. അദ്ദേഹത്തിൻ്റെ ഒരു പടം ഇന്നലെ നമ്മൾ കണ്ടു. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൈകോർത്ത് നിൽക്കുന്ന ഒരു സ്ഥിതി. എന്തൊരു വിരോധാഭാസമാണ്! ഇതെന്തൊരു രാഷ്ട്രീയമാണ്! ഇതാരെ പറ്റിക്കാനാണ് ഇവർ ഇങ്ങനെയുള്ള കേരളത്തിൽ ഇത്ര വിചിത്രമായ ഒരു മത്സരം നടത്തുകയും മറ്റ് സ്ഥലങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന കുത്തുമുന്നണിയുടെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കേണ്ട കേരളത്തിലെ യഥാർത്ഥ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നമുക്കറിയാം. തീർച്ചയായും നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഈ കേരളത്തിൽ നിന്നും ഒട്ടനവധി MP-മാരെ നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചതുപോലെ 2 അക്കത്തിലുള്ള MP-മാരെ തെരഞ്ഞെടുത്ത് വിടാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്, കേരളീയർക്കുണ്ട്. നമുക്കൊരു നന്ദി പ്രകടനമാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ്. ഈ സംസ്ഥാനത്തോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ച ആ ഗവൺമെൻറ്റിന്, ആ മുന്നണിക്ക് തിരിച്ച് ഒരു നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ബാലറ്റിലൂടെ നമ്മൾ നിർവഹിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, 2ാം പിണറായി സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ ഉയർത്തിയ ഒരു മുദ്രാവാക്യം, LDF അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ എല്ലാം ശരിയായ പെൻഷൻ കിട്ടാതെ മറിയച്ചേടത്തിമാർ പിച്ചച്ചട്ടിയുമായി തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട ഒരു ഗതികേട്, ശമ്പളം കൊടുക്കാൻ നിവൃത്തിയിൽ, ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധിയിലായ ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. സമസ്ത മേഖലയിലും ഒരു വികസന പ്രവർത്തനങ്ങളും ഈ രാജ്യത്ത് നടക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് അത് അവരുടെ പേരിലാക്കി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നതൊഴിച്ചാൽ ഈ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യാതൊരു നടപടിയും സ്വീകരിക്കാതെ അഴിമതി ഒരു കലയാക്കി എങ്ങനെ അഴിമതിയിലൂടെ പണം ഉണ്ടാക്കാമെന്ന് ഗവേഷണം നടത്തുന്ന പിണറായി വിജയനും കൂട്ടാളികളും നടത്തുന്ന ഒരു ഭരണം, ഇത് ഈ കേരളത്തിൽ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിട്ടില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണവുമായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ അവർ വോട്ട് ചെയ്യണം. എന്തിൻ്റെ പേരിലാണ്, എന്ത് ധാർമ്മികതയുടെ പേരിലാണ് നിങ്ങൾ ഈ രാജ്യത്ത് വോട്ട് ചോദിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. ഏത് മേഖല ശരിയാക്കി? കാർഷിക മേഖല ഒന്ന് എടുത്തു നോക്കി. കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയുണ്ടോ? ഇന്ന് റബ്ബറിന് 250 രൂപ തറവില പ്രഖ്യാപിക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതാണ്. റബ്ബറിൻ്റെ വില എത്രയാണെന്ന് ഇവിടെ ഇരിക്കുന്ന കർഷകർക്കൊക്കെ അറിയാം. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വില ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സംസ്ഥാനത്തെ കർഷകർക്ക്, അധ്വാനിക്കുന്ന മണ്ണിനോട് മല്ലടിക്കുന്ന കർഷകർക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കുട്ടനാട്ടിലെ കർഷകരുടെ നെല്ല് സംഭരിച്ച ഇനത്തിൽ കോടിക്കണക്കിന് രൂപ കൊടുക്കുവാനുണ്ട്. കർഷകർക്ക് സമയബന്ധിതമായി പണം കൊടുക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണം, ഇന്നലെയും റാന്നിയിലെ ബിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ കാട്ടാനയുടെ ആക്രമണം മൂലം മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. കാർഷിക മേഖലയിൽ, മലയോര മേഖലയിൽ ഇന്ന് കർഷകർക്ക് സ്വൈര്യമായി
ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. സമസ്ത മേഖലയിലും ജനങ്ങൾ വീർപ്പുമുട്ടുകയാണ്. ഇവിടെ സപ്ലൈകോ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിന് ലഭ്യമാക്കുന്നതിന് വേണ്ടി വിഭാവന ചെയ്തിരുന്ന ഒരു സ്ഥാപനമാണ്. ഇന്ന് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ ചെന്നാൽ നിത്യോപയോഗ സാധനങ്ങളുടെ റാക്കുകളെല്ലാം കാലിയാണ്. ഒരു സാധനവും അവിടെ ഇല്ല. 14 ഇനം സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, അരി, പയറ്, വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ന്യായവിലയ്ക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സ്ഥാപനം മുൻകാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചത്. ഇപ്പം അവിടെ ചെന്നിട്ടൊരു കാര്യവുമില്ല, ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. അതുകൊണ്ട് സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഈ ഇന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാർ. ആ ഗവൺമെൻറ്റിനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ ബാലറ്റിലൂടെ നമ്മളൊന്ന് പ്രതികരിക്കണ്ടേ? മറിച്ച് മറ്റൊരു മുന്നണി UDF ആണ്. UDFും LDFും കേരളത്തിനപ്പുറത്ത് ചെന്നാൽ, കേരളത്തിൻ്റെ ബൗണ്ടറി വിട്ട് കടന്നാൽ ഒരേ മുന്നണി, അവർക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നരേന്ദ്രമോദിക്കെതിരെ ഉള്ള ഒരു മുന്നണി എന്നുള്ള നിലയിൽ വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങളുള്ള, ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത പാർട്ടികളെ എല്ലാം കൂടി കൂട്ടിക്കെട്ടി ഇന്ത്യ മുന്നണി, കുത്തുമുന്നണി എന്നാണ് പറയുന്നത്. ആ മുന്നണിയുടെ പേരിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് വികസനം എന്നുള്ളത്? കഴിഞ്ഞ 10 വർഷക്കാലം അഴിമതി രഹിതമായി ഈ രാജ്യത്തിന് കാണിച്ചു തന്ന, ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തിൻ്റെ യശസ് ഉയർത്തിയ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സംസ്ഥാനത്തോട്, ഈ കൊച്ചു കേരളത്തോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും നമുക്ക് MP-മാരെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി ഈ കേരളത്തോട് ഇത്രയധികം അനുഭാവപൂർണമായ സമീപനം കാട്ടിയ ഒരു കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമോ വേണ്ടായോ? അതിന് കേരളത്തിൽ എന്ത് സംഭാവന ചെയ്യാൻ നമുക്ക് കഴിയും? ഒട്ടനവധി MP-മാരെ സൃഷ്ടിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യത കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിനുണ്ട്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ 2 മുന്നണിയും വെറുത്തു കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഈ 2 മുന്നണിയും ഒരേ തൂവൽ പക്ഷികളെ, ഒരേ നയങ്ങളും പരിപാടികളുമാണ്. അഴിമതിയിലൂടെ എങ്ങനെ പണമുണ്ടാക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ഒരു മുന്നണി. കോൺഗ്രസിൻ്റെ UDFിൻ്റെ കാലത്തൊക്കെ നമ്മൾ കണ്ടതാ. അതേ പാത തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ് ഈ സംസ്ഥാനത്തെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനവിരുദ്ധമായ ഭരണ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ LDFും UDFും ഒരേ മുന്നണിയാണ് പ്രിയപ്പെട്ടവരെ. അവിടെ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടി അവർ വ്യത്യസ്ത മുന്നണിയായി ഈ കേരളത്തിൽ മത്സരിക്കുകയും, വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഈ 2 മുന്നണിയും, കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കൊടികൾ ഒന്നിച്ചു കൂട്ടിക്കെട്ടി അവർക്കൊറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നരേന്ദ്രമോദിയോടുള്ള ഒരു എതിർപ്പ്. ഇന്ത്യ രാജ്യത്തെ വികസനം എന്താണെന്ന് കഴിഞ്ഞ 10 വർഷക്കാലം കാണിച്ചു കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഗവൺമെൻറ്. നമ്മൾ കണ്ടതാ, ഈ കൊച്ചു കേരളത്തോട്, ഈ സംസ്ഥാനത്തോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും MP-മാരെ സംഭാവന ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ കൂടി ഈ സംസ്ഥാനത്തോട് ഇത്രയേറെ അനുഭാവപൂർണമായൊരു സമീപനം കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് വികസന രംഗത്ത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കൊണ്ട് ഈ സംസ്ഥാനത്തിന് വികസന രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താ? ഈ ഗവൺമെൻറ് പിച്ചച്ചട്ടി എടുത്തിരിക്കുകയാണ്. സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അവർക്ക് എല്ലാ ഓശാനയും ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ UDF. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ചെങ്കൊടിയും കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാകയും കൂട്ടിക്കെട്ടി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കുത്തുമുന്നണിയുടെ ഭാഗമാണ്. അവർക്കൊരേ ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ, NDA എതിർക്കുക.
നരേന്ദ്രമോദി സർക്കാർ വീണ്ടും വരുന്നതിനെ എതിർക്കുക എന്ന ഒറ്റ നയത്തിൻ്റെ പേരിൽ, നയങ്ങളുടെയും പരിപാടികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി വ്യത്യസ്തത പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എല്ലാം കൂട്ടിക്കെട്ടി ഒരു മുന്നണി ഉണ്ടാക്കി ഇന്ത്യയിലെ ജനങ്ങളുടെ മുൻപാകെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ ഒരു സംശയവും വേണ്ട, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം മൂന്നാമതും ഇന്ത്യയുടെ ഭരണം കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഇവിടെ ഒരുപാട് സർവേകളൊക്കെ വരുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയങ്ങളൊക്കെ പരിശോധിച്ചാൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 400-ന് മുകളിൽ 400+ എത്ര സീറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുവാൻ എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് അഴിമതി രഹിതമായ ഒരു ഭരണം ഈ രാജ്യത്ത് നടപ്പിലാക്കുവാൻ തീർച്ചയായും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ വരണം. അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഈ കുത്തുമുന്നണിക്കാർക്കും പോലും സംശയമുണ്ടാവില്ല, പിണറായി വിജയനും സംശയമുണ്ടാവില്ല. അതിനെ നമുക്ക് ഈ കേരളത്തിൽ നിന്ന് എത്ര MP-മാരെ സംഭാവന ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം. കേരളത്തിൽ നിന്ന് ഒട്ടനവധി 2 അക്കത്തിലുള്ള MP-മാരെ സംഭാവന ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കഴിയണം. കേരളം എന്ന് പറയുന്നത് സംസ്കാര സമ്പന്നരുടെയും വിദ്യാസമ്പന്നരുടെയും ഒക്കെ നാടാണ്. ഈ നാട്ടിലെ ജനങ്ങൾ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഉള്ള ഒരു ജനവിഭാഗമാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒട്ടനവധി MP-മാരുണ്ടാവുമെന്ന് നമ്മൾ ഇതുവരെ പല സർവേകളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് നമ്മുടെ എറണാകുളമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടി ഇനിയുള്ള ഒരു ദിവസങ്ങളിൽ നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ഈ 2 മുന്നണിയും ഒന്ന് തന്നെയാണ്, ഒരേ നയങ്ങളും പരിപാടികളുമുള്ള ഒരു മുന്നണി. അഴിമതിയുടെ കാര്യത്തിൽ ഈ 2 മുന്നണിക്കും സമാനമായ ചിന്താഗതി. വികസന കാര്യത്തിൽ ഈ സംസ്ഥാനത്തെ പിന്നോട്ടടിക്കുന്ന സമീപനം, കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കുന്നതിന് ഈ 2 മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ കാർഷിക മേഖല, കൃഷിക്കാർ ഇന്ന് വലിയ പ്രതിസന്ധിയില്ല. റബ്ബർ കർഷകർക്ക് അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദന ചെലവിന് അനുസൃതമായ വില ലഭിക്കുന്നില്ല. എല്ലാ കാർഷിക വിഭവങ്ങളുടെയും ഒക്കെ സ്ഥിതി അത് തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാവണമെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് എന്താണ് വികസനം, എന്താണ് ഭരണം എന്നുള്ളത് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നമുക്ക് കാട്ടിത്തന്നു. അഴിമതി രഹിതമായി ഈ രാജ്യത്തെ ജനങ്ങളെ ഒറ്റക്കെട്ടായി, ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒട്ടേറെ ഭാഷകൾ, ഒട്ടേറെ സംസ്കാരങ്ങൾ, ഇത്രയധികം വ്യത്യസ്തതകളുള്ള ഒരു രാജ്യം ലോകത്തൊരിടത്തുമില്ല. ഈ ജനവിഭാഗത്തെ മുഴുവൻ ഒരു ചരടിൽ കോർത്തിണക്കിയ മുത്തുമണിയെ പോലെ ഒന്നായി കണ്ടുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുവാൻ, എല്ലാ ജനവിഭാഗങ്ങളുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി സർക്കാരിന് വീണ്ടും ഒരു അവസരം ഇന്ത്യയിലെ ജനങ്ങൾ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കേരളത്തിൽ നിന്ന് നമുക്ക് എത്ര MP-മാരെ നരേന്ദ്രമോദിക്ക് അനുകൂലമായി ഇന്ത്യൻ പാർലമെന്റിൽ കൈയുയർത്തുന്നതിന് സംഭാവന ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും കേരളത്തിൽ നിന്ന് ഒട്ടനവധി MP-മാർ, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ MP-മാർ ഈ സംസ്ഥാനത്തു നിന്നുണ്ടാവണം. അതിനുവേണ്ടി ഇനിയും 24 ദിവസം മാത്രമേ ഉള്ളൂ. എണ്ണയിട്ട യന്ത്രം പോലെ നമ്മളൊക്കെ ആത്മാർത്ഥമായി രാവും പകലും പ്രവർത്തിച്ചാൽ തീർച്ചയായും ഈ സംസ്ഥാനത്തെ മാറ്റങ്ങൾ ഉണ്ടാവും. കേരളം NDAക്ക് ഒരു ബാലികേറ മലയല്ല. കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സമസ്ത വിഭാഗം ജനങ്ങളും ഒരു മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും ഭരിച്ച് കുട്ടിച്ചോറാക്കിയ ഈ സംസ്ഥാനത്ത് നരേന്ദ്രമോദി കാട്ടിത്തന്ന വികസനം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഉണ്ടാവണം. അതിന് പ്രിയപ്പെട്ടവരെ, ദേശീയ ജനാധിപത്യ സഖ്യം
നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിലും വിജയിക്കണം. ഇവിടെ ഒത്തിരി അപവാദ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിലെ മണിപ്പൂരിലെ വിഷയങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അപവാദ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവമുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒട്ടനവധി നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. മണിപ്പൂരിൻ്റെ ഒരു വിഷയം കൂടി സൂചിപ്പിച്ചുകൊണ്ട് മണിപ്പൂരിലെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് ഒരു വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങൾ തമ്മിലൊരു തർക്കം, അതിനെ ഒരു വർഗീയ സംഘർഷമാക്കി, വർഗീയ സംഘടനമാക്കി ചിത്രീകരിച്ചിരിക്കുകയാണ്. അവിടുത്തെ രണ്ട് വിഭാഗങ്ങൾ, മെയ്തി വിഭാഗവും മറ്റൊരു വിഭാഗവും തമ്മിലുള്ള പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന ഒരു തർക്കം, അതിനൊരു ജാതി വർഗീയ കളർ കൊടുത്തുകൊണ്ട് ആ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്, ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഒക്കെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു സമീപനമാണ് പ്രിയപ്പെട്ടവരെ പ്രതിപക്ഷ കക്ഷികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടുത്തെ ജനവിഭാഗങ്ങൾ, അവിടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ആ പ്രശ്നത്തിന്, മണിപ്പൂരിലെ പ്രശ്നത്തിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായും ഇന്ത്യ രാജ്യത്തെ എല്ലാ മേഖലയിലെയും ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും സുരക്ഷിതരാണ്. മണിപ്പൂരിലൊക്കെ വലിയ പ്രചരണമായി കേരളത്തിലൊക്കെ ക്രൈസ്തവരെ വേട്ടയാടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒന്നും രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ, സംഘടനത്തെ, അതിനൊരു വർഗീയ നിറം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു കുപ്രചരണങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് ഹൈന്ദവൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഈ കൊച്ചു കേരളത്തിലുമൊക്കെ മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്. ഈ മതസൗഹാർദ്ദത്തിന് കോട്ടം പറ്റുന്ന ഒരു നടപടിയും പ്രിയപ്പെട്ടവരെ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് നമ്മൾ പരിശോധിച്ചാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ ആശങ്കകൾ ഉളവാക്കുന്ന രീതിയിൽ ഒട്ടേറെ കുപ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ കുപ്രചരണങ്ങളെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും സമസ്ത മേഖലയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം നമ്മൾ കണ്ടതാ. കേരളത്തിലെ ഒരു ക്രൈസ്തവ ദേവാലയവും തകർക്കപ്പെട്ടിട്ടില്ല. എന്തോ ഒരു പ്രചണ്ഡമായ പ്രചരണങ്ങളാണ്. നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ കഴിയില്ല, മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ വലിയ പ്രചരണങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉണ്ടായല്ലോ. കേരളത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം നമ്മുടെ മുമ്പിൽ കാട്ടിത്തരുന്ന വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി, ഈ സംസ്ഥാനത്തെ സമസ്ത മേഖലയിലുള്ള ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ഗവൺമെൻറ്, ദേശീയ ജനാധിപത്യ സഖ്യം, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിൽ വരണം. അതിന് ഈ കേരളത്തിൽ നമുക്ക് എന്ത് സംഭാവന നൽകാൻ കഴിയും? ഇനിയുള്ള ദിവസങ്ങളിൽ എണ്ണയിട്ട യന്ത്രം പോലെ നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ഈ എറണാകുളം നിയോജക മണ്ഡലത്തിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ബാനറിൽ മത്സരിക്കുന്ന നമ്മുടെ രാധാകൃഷ്ണൻ സാറിനെ നമുക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ കഴിയും. ഈ രണ്ട് മുന്നണികൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഈ പറയുന്ന ഇവിടെ ഈ പുലപ്യം പറയുന്ന മുന്നണികൾ LDFും UDFും ഒക്കെ സമാനമായ ചിന്താഗതികളാണ്. ദേശീയ തലത്തിൽ അവർ ഒരേ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക, കേരളത്തിൽ NDA എതിർക്കുക, ഭാരതീയ ജനതാ പാർട്ടിയെ എതിർക്കുക എന്നുള്ള ഒറ്റ കാര്യത്തിൽ, ഒറ്റ അജണ്ടയിൽ മുന്നോട്ട് പോകുന്ന ഈ രണ്ട് മുന്നണിയും ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വിരുദ്ധമായ സമീപനമാണ്. ഈ സംസ്ഥാനത്തെ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ്. നമുക്കറിയാം, കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ സമസ്ത മേഖലയും
ഭരിച്ച് മുടിച്ച ഒരു സാഹചര്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊക്കെ എല്ലാവരും ഇന്നു മുതൽ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ബാനറിൽ എറണാകുളം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഡോക്ടർ KS രാധാകൃഷ്ണന് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയുടെ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശങ്ങൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി എറണാകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലഘു പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് NDA. ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് SJDയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VV രാജേന്ദ്രൻ അവരെ ക്ഷണിക്കുകയാണ്. ഈ മുൻവശത്ത് ഒത്തിരി കസേരയുണ്ട്, പുറകിൽ നിന്ന് വിഷമിക്കേണ്ട. അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരെയും കൂടെ ഒന്ന് മുമ്പിലേക്ക് വരൂ. സ്വരാജ് പറഞ്ഞു വിട്ട ആൾക്കാരെയൊക്കെ, ട്രസ്റ്റി ഉദയൻ, സജികുമാർ, അവിടെ നിൽക്കുന്ന ആൾക്കാരെ പറഞ്ഞു വിടും ഇങ്ങോട്ട്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ NDയുടെ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് KS ഷൈജു, NDയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഭാരതം വരുന്ന 5 വർഷക്കാലത്തേക്ക് ആര് ഭരിക്കണം എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെയും ഇന്ത്യ മഹാരാജ്യത്തെയും ജനങ്ങൾക്കറിയാം, ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് NDയുടെ നേതൃത്വത്തിലുള്ള ശ്രീ നരേന്ദ്രമോദിജിയുടെ നിന്നുള്ള ഗവൺമെൻറ് ആണെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നതാണ്. എന്നിട്ട് പോലും ലോകരാഷ്ട്രങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രങ്ങളെല്ലൊക്കെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണം, അതിശക്തമായ സമ്പദ് വ്യവസ്ഥയോടുകൂടിയുള്ള ഒരു ഭരണത്തെ വളരെയധികം ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. റഷ്യയെയും ചൈനയെയും അമേരിക്കയൊക്കെ പിന്തള്ളിക്കൊണ്ട് പല കാര്യങ്ങളിലും മുന്നോക്കം പോകുന്നുള്ളത് എന്നുള്ളതാണ് അതിന് പ്രത്യേകത. വരും നാളുകളിൽ മോദിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, 2027 ആകുമ്പോഴേക്കും മറ്റു ലോകരാഷ്ട്രങ്ങളെക്കാൾ കടത്തിവെട്ടിക്കൊണ്ട് ഇന്ത്യ മുന്നേറുകയും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ന് നൽകിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ അറിയാം. ആയുഷ്മാൻ ഭാരത് ആണെങ്കിലും, ഉജ്ജ്വല പദ്ധതിയാണെങ്കിലും, മുദ്രാ ലോൺ ആണെങ്കിലും, കിസാൻ സമ്മാന പദ്ധതി അടക്കമുള്ള 100 കണക്കിന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്ത ജനങ്ങൾ, ഒരു കുടുംബത്തിൽ 3ഓ 4ഓ ആനുകൂല്യങ്ങൾ പറ്റിയവരാണ് കൂടുതലുമുള്ളത്. ഈ പദ്ധതികളിലൊക്കെ കൈപ്പറ്റിയിട്ടുള്ള ഭാരതത്തിലെ ജനങ്ങൾക്കറിയാം, ആ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു അവസ്ഥയിൽ ആ ക്ഷേമ പ്രവർത്തനം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ സമ്മതിദാന അവകാശം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ പ്രതിപക്ഷമില്ലാത്ത, ഇന്ത്യയിൽ ഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചുകൊണ്ട് 400 സീറ്റുകൾ പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വരുവാൻ സാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ മോദിയുടെ കരങ്ങൾക്ക് ശക്തി നൽകുവാൻ MP-മാരെ തിരഞ്ഞെടുത്തയച്ചുവെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരംഗത്തെ പോലും തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഇടതു വലത് മുന്നണികളുടെ പിണിയാളന്മാരായി, അടിമകളായിരിക്കുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മോദി ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഇന്ത്യ മഹാരാജ്യം നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ, ഈ രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങൾ അതിദൂരം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ മാത്രം അത്തരം വികസനങ്ങളെ പാടെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു വികസനവും കേരളത്തിൽ വേണ്ടെന്നും ഈ ഇടതു വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരെ വളരെയധികം ദുഷ്ഫലാക്കോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങളല്ല, ലോകരാഷ്ട്രങ്ങൾ നടക്കുന്ന വികസനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കേരളത്തിലും അത് നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായും ഇവിടെ മോദി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു അഴിമതിയും നടത്താതെ കേരളത്തിൽ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അത്തരം നടപ്പിലാക്കേണ്ടതിന് തീർച്ചയായും നമുക്ക് വേണ്ടത് കേരളത്തിൽ നിന്നും മോദിജി പറഞ്ഞതുപോലെ 2 അക്കമുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്ത് അയക്കേണ്ടതായിട്ടുണ്ട്. അതിൽ തീർച്ചയായും നമുക്കറിയാം, കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പദ്ധതി കൊണ്ട് തന്നെ കേരളത്തിലെ ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്.
കേരളത്തിൽ 1600 രൂപയോളം നടക്കുന്ന ക്ഷേമ പെൻഷനാണേലും ക്ഷേമനിധി പെൻഷനാണേലും ഏതാണ്ട് 58 ലക്ഷം പേർക്കാണ് ആ ആനുകൂല്യം ലഭിക്കുന്നത്. ആ 58 ലക്ഷം പേർക്ക് ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിലെ ഈ പെൻഷൻ ഒരു വിഹിതമുണ്ട്. ആ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന വിഹിതങ്ങൾ എത്രയും എല്ലാ മാസവും കൃത്യമായി ഈ കേരള ഗവൺമെന്റ് കൊടുത്തിട്ട് പോലും ഇന്നിപ്പോൾ ഏതാണ്ട് 7 മാസത്തോളമായി പെൻഷൻ കുടിശ്ശിയായി കിടക്കുകയാണ്. അത് ഇത് നൽകുന്നില്ല. അതിൻ്റെ പേരിൽ സെസ് പിരിച്ചിട്ട് പോലും തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, തൊഴിലാളി വർഗത്തിൻ്റെ പേരിൽ അധികാരത്തിലേറിയ പിണറായി സർക്കാരിലെ തൊഴിലാളി വർഗത്തിനറിയാം ഇപ്പോൾ ഇവിടെ പരമ്പരാഗത മേഖലയുള്ള തൊഴിൽ മേഖലകൾ ആകെ തന്നെ നശിച്ചിരിക്കുകയാണ്. കയറാണേലും കശുവണ്ടിയാണേലും ബീഡി ആണേലും എന്ന് വേണ്ട എല്ലാ മേഖലകളിലും കൈത്തറി തൊഴിൽ കയർ മേഖലയൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായി തൊഴിലാളികൾക്ക് അവരുടെ വരുമാനത്തെ കുറഞ്ഞിരിക്കുകയാണ്. പരമ്പരാഗത തൊഴിൽ അന്വേഷിച്ച തൊഴിലാളികൾ മറ്റു മേഖലകളിലേക്ക് കടന്നുകൊണ്ട് യാതൊരു തൊഴിലുമില്ലാത്തൊരവസ്ഥയിലേക്ക് പട്ടിണി പാവങ്ങളായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം പല മേഖലകളിലുമുണ്ട്. അത്തരം അതൊക്കെ മാറിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടു കൂടി കേരളത്തിൽ വികസനോന്മുഖമായ ഒരു സർക്കാർ അധികാരത്തിൽ വരുവാനും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ ഏപ്രിൽ 26 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം പൂർണ്ണമായും താമരയുടെ അടത്തിൽ വിനിയോഗിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും നിങ്ങളുടെ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും ഈ രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം നിൽക്കുവാൻ, മോഡി ഗ്യാരണ്ടിയോടുകൂടി ഒപ്പം നിൽക്കുവാൻ വേണ്ടി സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ നിങ്ങൾ പ്രേരിപ്പിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എങ്കിൽ മാത്രമേ 2026 മെയ് മാസം നടക്കാൻ പോകുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി സർക്കാരിനെ കടവഴി മാറ്റിക്കൊണ്ട് നമുക്ക് തീർച്ചയായും NDAയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവരുവാനും അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം നടപ്പിലാക്കുവാനും കേന്ദ്ര ഗവൺമെന്റിലെ പദ്ധതികൾ ഓരോ പാവപ്പെട്ടവന്റെയും വീട്ടിലെത്തിക്കുവാൻ വേണ്ടി കേരളത്തിൽ NDAയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് വേണം. അതിന് 2026 മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പായിട്ട് ഈ 26 നടക്കുന്ന തെരഞ്ഞെടുപ്പ് നിങ്ങൾ കാണുകയും നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഇവിടെ സ്ഥാനാർത്ഥിയായ S. രാധാകൃഷ്ണൻ സാറിനെ താമരയുടെ അടത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നൽകുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. പരിപാടികൾ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. വന്ദേ മാതരം ആലപിക്കുന്നതിനായിട്ട് ശ്രീ കമലാസനെ ക്ഷണിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് BDJS-ൻ്റെ ജില്ലാ അധ്യക്ഷനും NDAയുടെ ജോയിൻറ്റ് കൺവീനറുമായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീകുമാർ തട്ടാരത്ത് അവരെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KS ഷൈജു, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാരെ, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരെ, ജനാധിപത്യ വിശ്വാസികളെ, പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇവിടെ ഇന്ന് ജനവിധി തേടുന്ന ഡോക്ടർ KS രാധാകൃഷ്ണനെ വിജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകണം നമ്മുടെ ഈ തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 8 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് സർക്കാർ നടത്തിവരുന്ന ജനദ്രോഹ നടപടികളുടെ വിധിയെഴുത്തായി മാറണം ഈ തിരഞ്ഞെടുപ്പ്. നമുക്കറിയാം, കഴിഞ്ഞ 8 വർഷമായി കേരളം നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവിതം ഏറെ ദുസ്സഹമായിരിക്കുന്ന ഈ സാഹചര്യം അത് നമുക്ക് വിലയിരുത്താൻ കഴിയണം. നമുക്കറിയാം, ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് പ്രതികരിക്കുവാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് ഇതുപോലുള്ള തെരഞ്ഞെടുപ്പുകൾ. ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മൗലികമായ അവകാശം അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ കേരളത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന ആ ദുരിതങ്ങൾ വീണ്ടും ആവർത്തിക്കുവാൻ ഇടവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി നടക്കുന്ന അഴിമതിയുടെ ഒരു ആറാട്ടാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏത് മേഖലയിലെടുത്താലും സർവത്ര അഴിമതി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, നമുക്കറിയാം, കഴിഞ്ഞ കൊറോണ കാലം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറെ ദുസ്സഹമായ ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. നമ്മുടെ ജനജീവിതം നിശ്ചലമായ സാഹചര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ എടുത്ത കൃത്യമായ നിലപാട് കൊണ്ട് നമ്മുടെ ആ ദുരിതപൂർണമായ കാലത്ത് പട്ടിണി കൂടാതെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും കൃത്യമായ വാക്സിൻ നമുക്ക് എത്തിച്ചേരുകയും ചെയ്തുകൊണ്ട് വലിയ തോതിലുള്ള മരണനിരക്ക് കുറയ്ക്കുവാനും കഴിഞ്ഞു. മറ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാം പകച്ചു നിൽക്കുന്ന ആ വേളയിൽ നമ്മുടെ രാജ്യം അതിശക്തമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഈ കൊറോണ കാലം പോലും വലിയ തോതിലുള്ള മുതലെടുപ്പ് നടത്തിക്കൊണ്ട് PPE കിറ്റ് അടക്കം സമസ്ത മേഖലയിലും ആരോഗ്യ മേഖലയിലെല്ലാം വലിയ തോതിലുള്ള അഴിമതി നടത്തിക്കൊണ്ടാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോയത്. നമുക്കറിയാം, ഇന്ന് സാധാരണക്കാരെ ഉച്ചക്കഞ്ഞി വിതരണം പോലും ഇന്ന് മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് നമുക്കറിയാം, നമുക്ക് അഴിമതിയുടെ ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ AI ക്യാമറ മുതൽ ബ്രഹ്മപുരത്തെ മാലിന്യ നിർമ്മാർജ്ജനം വരെയുള്ള ആ കാര്യങ്ങളെല്ലാം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലെല്ലാം വലിയ തോതിലുള്ള അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, ഇന്ന് നാം ഏറ്റവും പുതുതായിട്ടുള്ള നമ്മുടെ CMRLുമായി ബന്ധപ്പെട്ട് പിണറായിയുടെ മകൾ നടത്തിയിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, നമുക്കറിയാം, ഈ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി നമുക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഇടയാക്കിയത് നരേന്ദ്രമോദി എടുത്ത നിലപാടുകൾ തന്നെയാണ്. നരേന്ദ്രമോദി ഈ രാജ്യത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നടപ്പിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി നമുക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞത്. നമുക്കറിയാം, നരേന്ദ്രമോദി എടുക്കുന്ന ഓരോ നിലപാടുകൾ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വലിയൊരു വിഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം നമുക്ക് ഈ രാജ്യത്ത് 2014 അധികാരത്തിൽ വന്നപ്പോൾ ഈ രാജ്യത്ത് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വേണമെന്നുള്ള നിർബന്ധം, അദ്ദേഹം ജൻധൻ അക്കൗണ്ട് തുടങ്ങണമെന്നുള്ള നിർബന്ധം പിടിച്ചു. അതിലൂടെ ഈ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലുള്ള ജനങ്ങളടക്കം ഇത്തരം ബാങ്കിങ് മേഖലയിലേക്ക് കടന്നു വരികയുണ്ടായി. പക്ഷേ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നാം പിന്നീടാണ് നമ്മൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഓരോ ജനക്ഷേമ പദ്ധതികളും ജനങ്ങൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളടക്കം അത് ജനങ്ങളിൽ കൃത്യമായി എത്തുന്നില്ല എന്നുള്ള ഒരു സത്യം മുന്നിൽ നിന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക രംഗം സംശുദ്ധമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങിയത്. നമുക്കറിയാം, 1 രൂപ ഈ ഗവൺമെൻറ് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ 87 പൈസ മാത്രമാണ്, 87 പൈസയാണ് അതിൻ്റെ ഇടനിലക്കാർ തട്ടിക്കൊണ്ടു പോകുന്നത്. ബാക്കി പൈസയാണ് ഇന്ന് സാധാരണക്കാരുടെ കയ്യിലെത്തുന്നത്. അത്തരം ഇടപാടുകളെല്ലാം ഇടനിലക്കാരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന മുഴുവൻ പദ്ധതികളിലും അത് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുവാൻ കഴിഞ്ഞു. നമുക്കറിയാം, കിസാൻ സമ്മാൻ നിധിയിലൂടെ 6000 രൂപ ഒരു പ്രതിവർഷം ഈ സാധാരണക്കാരായ കർഷകരുടെ കൈകളിലേക്ക്, അവരുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായി എത്തിച്ചേരുന്നു. ഇത്തരത്തിലുള്ള ഇടപാടുകളിലൂടെ ബാങ്കിംഗ് മേഖല സംശുദ്ധമാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അത്തരത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നമ്മുടെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് പറഞ്ഞു, ഇതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് ഈ രാജ്യം മുഴുവനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വലിയൊരു മുന്നേറ്റം നടത്തുവാനും ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ആ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ തയ്യാറായി എന്നുള്ള സാഹചര്യം നാം മനസ്സിലാക്കണം. ഇത്തരത്തിൽ രാജ്യം മുഴുവൻ ഇന്ന് ഒരു കുതിച്ചുചാട്ടത്തിന് മുന്നേറുമ്പോൾ കേരളത്തിലും അതിന് മാറ്റം ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് ഇവിടെ പ്രാസംഗികരായിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം നീട്ടുന്നില്ല, ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറെ ആദരണീയനായ ജില്ലയുടെ അധ്യക്ഷനും NDA ചെയർമാനുമായ അഡ്വക്കേറ്റ് KS ഷൈജു അവരെ ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ പ്രഭാരിയും MP-യുമായ ശ്രീ പ്രകാശ് ജാവ്ദേക്കറാണ്. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നിവിടെ ആമുഖ പ്രസംഗം നടത്തിയ കുരുവിള മാത്യൂസ് നാഷണലിസ്റ്റ് കോൺഗ്രസിൻ്റെ ചെയർമാൻ, അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. LJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PH രാമചന്ദ്രൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. SJD-യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VV രാജേന്ദ്രൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. JRP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി
ശ്രീ പ്രദീപ് കുന്നുവരയ്ക്ക് സ്വാഗതം ആശംസിക്കുന്നു. നാഷണലിസ്റ്റ് പ്രോഗ്രസീവ് പാർട്ടി ശ്രീ വി അഗസ്റ്റിൻ സ്വാഗതം ആശംസിക്കുന്നു. പാർലമെന്ററി മണ്ഡലം ഇൻചാർജ് അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ KG പുരുഷോത്തമൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. BDJSന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ദേവരാജൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ സുനിൽ തീരഭൂമി അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. BJPയുടെ സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. സ്റ്റേറ്റ് മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫ് അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. BJPയുടെ സംസ്ഥാന വക്താവ് ശ്രീ KVS ഹരിദാസ് അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. BJPയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സജി അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ NL ജെയിംസ് അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും മുതിർന്ന നേതാവുമായ NP ശങ്കരൻകുട്ടി അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ കൂടിയായ ശ്രീ KP രാജൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ VK സുദേവൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രൊഫഷണൽ സെൽ കൺവീനർ ശ്രീ അനൂപ് സ്വാഗതം ആശംസിക്കുന്നു. ട്രേഡേഴ്സ് സെൽ സ്റ്റേറ്റ് കൺവീനർ ശ്രീ അധികായൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമാദേവി അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രിയ PA സ്വാഗതം ആശംസിക്കുന്നു. സെക്രട്ടറി ശ്രീ സജികുമാർ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. SJDയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ജോഷി തോമസ് അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ നോബിൾ മാത്യു അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. BJPയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ ഷാജി മൂത്തേടൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശിവസേന ജില്ലാ അധ്യക്ഷൻ സുധീർ ഗോപി അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ LJPയുടെ ജില്ലാ അധ്യക്ഷൻ ലാലുവിനെ സ്വാഗതം ആശംസിക്കുന്നു. നാഷണലിസ്റ്റ് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ജോയി എളമക്കര അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ TG വിജയൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. സന്ധ്യ ജയപ്രകാശ് അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ജില്ലാ ട്രഷറർ ശ്രീകുട്ടൻ തുണ്ടത്തിൽ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. സെൽ കൺവീനർ MM ഉല്ലാസ് അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. മീഡിയ സെൽ കൺവീനർ നവീൻ കേശവൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PL ബാബു അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. BDJSന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ സുജിത്ത് അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന വിവിധ മോർച്ചകൾ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്ന വ്യക്തികൾ, വിവിധ സംഘടനകൾ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്ന വ്യക്തികൾ, നമ്മുടെ ഘടകകക്ഷി നേതാക്കന്മാർ, ഇന്നിവിടെ വന്നിരിക്കുന്ന ബഹുമാന്യരായ പ്രവർത്തകർ, നല്ലവരായ നാട്ടുകാർ, ജനാധിപത്യ വിശ്വാസികൾ, എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നിവിടെ എത്തിച്ചേർക്കുന്ന പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം ആശംസിക്കുന്നു. നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീ ഗിരി അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ NN ഷാജി അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. വളരെയധികം ബാഹുല്യമായ ഒട്ടേറെ ആളുകൾ ഇന്ന് വേദിയിൽ സന്നിഹിതരാണ്. പേര് വിളിച്ചിട്ടില്ലെങ്കിലും അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ഏറെ ആദരണീയരായിട്ടുള്ള ഇന്ത്യയുടെ സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, സഹപ്രവർത്തകരെ, സ്വാഗതം പറയുവാൻ എല്ലാവരുടെയും പേര് ഇപ്പോൾ വായിച്ചതുകൊണ്ട് ഒരിക്കൽ കൂടി പേര് ഞാൻ പുനരാവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല.
എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണം. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹപ്രവർത്തകരെയും മറ്റു ഈ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തർക്കമില്ലാത്ത തെരഞ്ഞെടുപ്പാണ് എന്നാണ് പൊതുനിരീക്ഷകർ വിലയിരുത്തുന്നത്. തർക്കമില്ലാത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് പൊതുജനം പറയുന്നത്. എല്ലാവരും പറയുന്ന ഒരൊറ്റ ശബ്ദമാണ്. ഇന്ന് ഭാരതമെമ്പാടും മുഴങ്ങി കേൾക്കുന്നത് അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് പറയുന്നത്. ഒരു തർക്കവുമില്ല. ഇന്നിപ്പോൾ ചൈനീസ് മാധ്യമം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു ലേഖനത്തിൽ പോലും നരേന്ദ്രമോദിജിയുടെ ആ ഭരണ മികവ്, ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കാണിക്കുന്ന മികവ്, അതെല്ലാം പുകഴ്ത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ചൈനീസ് മാധ്യമം പോലും എഴുതിയിരിക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈനയുമായിട്ട് പോലും ചില അകൽച്ച ഉണ്ടായെങ്കിൽ പോലും അവർ പോലും മോദിജി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സ്ഥിതിയിലേക്ക് ഇന്ന് ഭാരതം ലോകം മാറിയിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ അധാർമിക ശക്തിയും ധാർമ്മിക ശക്തിയും തമ്മിൽ പോരാട്ടമാണ് എന്ന് പരസ്യമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. കാരണം ഇവിടെ കുത്തിന്ത്യ എന്ന് പറഞ്ഞ മുന്നണിയെക്കുറിച്ച് സൂചിപ്പിച്ച INDA, ആ മുന്നണിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന പ്രമുഖരിൽ ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന അവരുടെ നേതാവ്. ആ അരവിന്ദ് കെജ്രിവാൾ മദ്യത്തിനെതിരായിട്ട്, അഴിമതിക്കെതിരായിട്ട് വലിയ പോരാട്ടം നടത്തിയിരുന്നു. 2014 കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടം അവസാനിക്കുമ്പോൾ ഈ രാജ്യമെമ്പാടും, ഭാരതമെമ്പാടും വലിയ പ്രക്ഷോഭമായിരുന്നു. 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ഭാരതനാട് ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ മുന്നണി, UPA മുന്നണി, കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ജനതാദളും CPIയും CPMും SDP-യും മറ്റ് എല്ലാ അവീലി സഖ്യങ്ങളും ചേർന്നുകൊണ്ട് ഭരിച്ചിരുന്ന UPA ഒന്നാം ഭരണവും രണ്ടാം ഭരണവും ഈ രാജ്യത്ത് നടത്തിയ കൊടിയ അഴിമതിയുടെ ആ കറ പുരണ്ട സമയത്തായിരുന്നു പ്രിയപ്പെട്ടവരെ 2014 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞാനത് സൂചിപ്പിക്കുവാൻ കാരണം, ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടികളുടെ അല്ലെങ്കിൽ മറ്റ് സോഷ്യലിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ തനിനിറം നാം തിരിച്ചറിയാൻ വേണ്ടി തയ്യാറാവണം. ഇവിടെ 2014 കോൺഗ്രസിൻ്റെ ഭരണം അവസാനിക്കുന്ന കാലഘട്ടങ്ങളിൽ അവസാനത്തെ 2-3 മാസവും ഭാരതമെമ്പാടും വലിയ പ്രക്ഷോഭമായിരുന്നു. എന്താ? കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരായിട്ട്, കോൺഗ്രസിനെ ഭരണത്തിൽ നിലനിർത്തുവാൻ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്ന് നടത്തിയ അഴിമതിക്കെതിരായിട്ട്, കോൺഗ്രസിനെ ഭരണത്തിൽ നിലനിർത്താൻ കോൺഗ്രസും ഇവിടുത്തെ സോഷ്യലിസ്റ്റുകളെന്ന് അവകാശപ്പെടുന്ന ആളുകളും ചേർന്ന് നടത്തിയ അഴിമതിക്കെതിരായിട്ടുള്ള വലിയ പടപ്പുറപ്പാടായിരുന്നു, വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രക്ഷോഭങ്ങളായിരുന്നു. അത് നേതൃത്വം കൊടുത്ത ആളിൻ്റെ പേരാ എന്തെന്നാ? അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആള്. ഇന്ന് ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്ന അപൂർവം ഗാന്ധിയന്മാരിൽ ഒരാളാണ് അണ്ണ ഹസാരെ എന്ന് പറയുന്നത്. അണ്ണ ഹസാരയെ ലോകമറിയുന്നത്, അരവിന്ദ് കെജ്രിവാളിനെ ലോകമറിയുന്നത്, കിരൺ ബേഡിയെ ലോകമറിയുന്നത് ഈ കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു. അവിടുത്തെ നമ്മുടെ ഡൽഹിയിലെ രാംലീല മൈതാനിലും ജന്തർ മന്ദറിലും താൽക്കാലികമായി ഒരുക്കിയ വേദികളിൽ ദിവസങ്ങളോളം വലിയ പടപ്പുറപ്പാട്, വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ നേതാക്കന്മാർ മുന്നോട്ട് വരുന്നത്. ആ അണ്ണ ഹസാരെ ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞ കമന്റ്, അഭിപ്രായം, അഴിമതിക്കെതിരായിട്ട്, മദ്യത്തിനെതിരായിട്ട് പോരാട്ടം നടത്തിയ അരവിന്ദ് കെജ്രിവാള് ഇന്നിപ്പോ ആ കാരണത്തിന്റെ പേരിൽ ജയിലിൽ പോയിരിക്കുന്നെന്നാണ് ആ ഗാന്ധിയൻ പറഞ്ഞു. അത് അദ്ദേഹം നെഞ്ച് പൊള്ളിക്കൊണ്ടാണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ആ ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു നാം മുന്നോട്ട് വന്നത്. ആ അഴിമതിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തിയപ്പോൾ ഈ കോൺഗ്രസിന് ഈ മണ്ണിൽ ഈ ഭാരതത്തിന്റെ ഭരണസാരഥ്യം ഏൽക്കാൻ പാടില്ല എന്ന് ഭാരതത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചു. എന്താ സംഭവിച്ചത്? ഭാരതീയ ജനതാ പാർട്ടിക്ക് NDA സഖ്യത്തിന് കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുവാൻ സാധിച്ചു. കേന്ദ്ര ഭരണം 10 വർഷം പിന്നിടുമ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇവിടെ NDA എന്ന് പറയുന്ന രാഷ്ട്രീയ സഖ്യം ഇന്ന് ഭാരതം ഭരിക്കുമ്പോൾ 12-13ഓളം രാഷ്ട്രീയ കക്ഷികൾ, ചെറുതും വലുതുമായിട്ടുള്ള 22ഓളം രാഷ്ട്രീയ കക്ഷികളുടെ ആ മുന്നണി ഇന്ന് ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ 1 രൂപയുടെ അഴിമതി ആരോപണം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. 1 രൂപ അഴിമതി ആരോപണമില്ല. 10 വർഷക്കാലം കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ലീഗും കീഗും അവീൽ സഖ്യവും ഒന്നിച്ചു ഭരിച്ചപ്പോ
ശതകോടികളുടെ അഴിമതിയായിരുന്നു എന്നാണ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. 1,43,43,000,000 കോടി രൂപ. ഒരു സ്റ്റേജിന്റെ ഈ 40 അടി നീളമുള്ള ഈ സ്റ്റേജിൽ ആ പൂജ്യം എഴുതി തീർക്കാൻ സാധിക്കുമോ എന്ന് കണക്ക് കൈകാര്യം ചെയ്യുന്ന, അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പോലും സംശയമാണ്. അത്രയും വലിയ അഴിമതികൾ നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് വിദേശ രാജ്യങ്ങളിൽ പോയാൽ ഇരിക്കാൻ കസേര കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി NDA സഖ്യം അധികാരമേറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിജി ആ ലോക്സഭയിലേക്ക് കടന്നു വന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ നാടിന്റെ പ്രധാന സേവകനാണ്. ഞാൻ നാടിന്റെ പ്രധാന സേവകനാണ്. ഞാൻ ഈ നാടിന്റെ പ്രധാന സേവകനായിട്ടിരിക്കുമ്പോ ഒരാളെ കക്കാൻ അനുവദിക്കില്ല. ഈ രാജ്യത്ത് നല്ലത് വരുവാൻ വേണ്ടി, ഈ രാജ്യത്തെ നേരായി നയിക്കുവാൻ വേണ്ടി ഒരു കാവൽ ഭടരെ പോലെ ഞാൻ കാവൽ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഇന്ന് ഈ ടൗൺ ഹാളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന NDAയുടെ ഓരോ പ്രവർത്തകനും നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും, എന്താ, എന്റെ പ്രധാനമന്ത്രി, ഈ രാജ്യത്തെ നയിക്കുന്ന എന്റെ പാർട്ടിയുടെ നേതാവ്, എന്റെ പ്രധാനമന്ത്രി 1 രൂപയുടെ അഴിമതി നടത്താത്ത ആളാണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ലേ പ്രിയപ്പെട്ടവരെ ഇന്നിപ്പോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ 2 മുന്നണികളുടെയും ആളുകൾ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോവുകയാണ്, പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ UDF സ്ഥാനാർത്ഥി, ഇവിടുത്തെ സിറ്റിംഗ് MP വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, ഇവിടുത്തെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എല്ലാം അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് ഇടപെടലാണ് ഉണ്ടായത് പറയണം. ഇവിടെ ഈ പാർലമെന്റ് പ്രതികരിക്കുന്ന ഒരു MP പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഇവിടത്തെ ചരിത്രം പരിശോധിച്ച് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, 5 കോടി രൂപയിലധികം ഒരു വികസന പദ്ധതികൾക്കും ഒരൊറ്റ തവണ ഒരു ഗഡുവായിട്ട് ഒരു പ്രാവശ്യമായിട്ട് 5 കോടി രൂപയിലധികം രൂപ നൽകിയതായി ചരിത്രമില്ല. നമ്മുടെ മന്ത്രി വന്നപ്പോ നമ്മുടെ റെയിൽവേയുടെ മന്ത്രി അശ്വിനി വൈഷ്ണവ്, നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തോട് കാണിക്കുന്ന പ്രത്യേക സ്നേഹവും പ്രത്യേക വാത്സല്യവും കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ റെയിൽവേ മന്ത്രിയും പ്രഖ്യാപിച്ചു, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരമുള്ളതായിട്ട് കൊണ്ടുവരാൻ വേണ്ട പ്രഖ്യാപനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഹൈബീഡൻ ഒന്ന് മനസ്സിലാക്കണം, ഞങ്ങൾ ചെലവാക്കാൻ പോകുന്ന തുക എത്ര? 420 കോടി രൂപയാണ്. അത് MP-യുടെ ഫണ്ടല്ല, അത് ഇന്ത്യൻ റെയിൽവേ, അത് കേന്ദ്ര ഫണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉദ്ഘാടകൻ പ്രകാശ് ജാവ്ദേക്കർ, ബഹുമാന നമ്മുടെ കേരള പ്രഭാരി, അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ബഹുമാനായ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറ്, നമ്മുടെ പ്രിയപ്പെട്ട സാരഥി ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. വലിയ ആരവത്തോടുകൂടി ഭലോ ഭരത് മാതാ കേ, ഭലോ ഭരത് മാതാ കേ, ജയ് ജയ് BJP, जय जय NDA, जय जय KSR, जय जय जावड़ेकर जी, जय जय KSR, जय जय मोदी जी, जय जय मोदी जी. A warm welcome to our most respected Kerala Prabhari Sri Javadekar ji, please. ഞാൻ സുദീർഘമായി എൻ്റെ അധിക പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവർ, ഞാൻ സൂചിപ്പിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിലെ 8 കാലി മമ്മൂ ഞാവൻ, ബഹുമാനപ്പെട്ട UDF-ന്റെ സാരഥി തയ്യാറാവരുത്. സത്യങ്ങൾ തുറന്നു പറയുന്നത് നല്ലതാണ്. ഈ നാട് വികസിക്കുകയാണ്. വികസനം വികസനം എന്ന് പറഞ്ഞതല്ല, ഈ നാട് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഒരു MP പോലും അങ്ങ് ഡൽഹിയിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട്, ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് അനുകൂലമായിട്ട് ഒരാൾ പോലും കൈവക്കാനില്ല എങ്കിൽ പോലും ഈ കേരള നാട് വികസിക്കുക. നരേന്ദ്രമോദിയുടെ പ്രത്യേക വാത്സല്യവും കാരുണ്യവും കൊണ്ട് ഈ കേരള നാടും എറണാകുളവും ഒക്കെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഹൈബി ഈഡന്, ബഹുമാനപ്പെട്ട എറണാകുളത്തിന്റെ MP-ക്ക്
ഒരു സംഭാവനയുമില്ല എന്ന് പ്രിയപ്പെട്ട സഹോദര നിങ്ങളൊന്നും മനസ്സിലാക്കണം. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനായി വികസിപ്പിക്കുകയാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ 126 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ ആനുകൂല്യം കൊണ്ട് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വലിയ ഡെസ്റ്റിനേഷൻ സെന്ററായി മാറാൻ പോവുകയാണ്. മെട്രോ റെയിലിന്റെ താഴെ നിന്നാണ് നാം സംസാരിക്കുന്നത്. എന്തുകൊണ്ടാ 5-8 കേന്ദ്രമന്ത്രിമാർ ഈ കേരളത്തിൽ നിന്നുണ്ടായപ്പോ കൊണ്ടുവരാൻ സാധിക്കാത്ത വികസന പദ്ധതികൾ എന്തുകൊണ്ടാ ഇന്നിവിടെ നടപ്പാകുന്നത്? അതല്ലേ ഹൈബീഡൻ ചർച്ച ചെയ്യേണ്ടത്. കോൺഗ്രസിന്റെ 8 കേന്ദ്രമന്ത്രിമാർ നിങ്ങളോടൊപ്പം, കോൺഗ്രസിനോടൊപ്പം CPM-ഉം CPI-യും ജനതാദളും ലീഗും കേരള കോൺഗ്രസ് എസും മാണിയും ജോസഫും എല്ലാവരും ഇരുന്നപ്പോ നടപ്പിലാക്കാൻ സാധിക്കാത്ത പദ്ധതികൾ ഇന്ന് കേരളത്തിൽ കൊണ്ടുവരുന്നുവെങ്കിൽ, എറണാകുളത്ത് നടപ്പിലാകുന്നുവെങ്കിൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണത്? സാക്ഷാൽ നരേന്ദ്രമോദിജി അങ്ങ് കേന്ദ്രം ഭരിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട UDF-ന്റെ സ്ഥാനാർത്ഥിയും LDF-ന്റെ സ്ഥാനാർത്ഥിയും ഓർത്തുകൊണ്ട് അങ്ങ് നരേന്ദ്രമോദിക്ക് അനുകൂലമായി, അവിടെ കേന്ദ്രഭരണത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാവണമേ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം താമര എന്ന ചിഹ്നത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയപ്പെട്ട രാധാകൃഷ്ണ സാറിന് നിങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. എന്നെ ശ്രമിച്ച നിങ്ങളെ NDA ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്നേഹാഭിവാദ്യങ്ങൾ ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കേരളത്തിൻ്റെ പ്രമുഖ പ്രഭാരി ശ്രീ പ്രകാശ് ജാവദേക്കർ അവറുകളെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും NDAയുടെ കൺവീനറുമായ അഡ്വക്കേറ്റ് KS ഷൈജു അവറുകൾ സ്വീകരിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ NDAയുടെ ഇൻചാർജായിട്ടുള്ള അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി അവരുകൾ സ്വീകരിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥിയെ കേരളത്തിൻ്റെ പ്രഭാരിയും നമ്മളുടെ പ്രിയപ്പെട്ട നേതാവായിട്ടുള്ള പ്രകാശ് ജാവദേക്കർജി സ്വീകരിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് മാന്യ പ്രകാശ്ജിയെ ക്ഷണിക്കുകയാണ്. Our slogan is, I will say Jai Jai NDA, आप कहोगे जय जय मोदी जी. जय जय NDA, जय जय NDA, जय जय NDA, मोदी जी. हाँ, वो गड़बड़ ना करो, दो अलग है, एवरीथिंग इज डिफरेंट. जय जय NDA, जय जय मोदी जी. जय जय NDA, जय जय NDA. English? So friends, who will translate? Mister, he is my permanent. I will not speak much. Let me tell you with confidence that this time NDA will more than 5 seats in Kerala. ഞാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളോട് പറയട്ടെ, ഇത്തവണ കേരളത്തിൽ 5-ലധികം സീറ്റുകളിൽ
NDA വിജയിക്കും. Why I am saying this? Because in 2019, many voters in Kerala were believing that Rahul Gandhi will become Prime Minister. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? 2019 തെരഞ്ഞെടുപ്പിൽ But now nobody says this. Everybody knows Modi will be Prime Minister again. 2019 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചിലരൊക്കെ പറയുമായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആരും അത് വിശ്വസിക്കുന്നില്ല, ആരും അത് പറയുന്നില്ല. നരേന്ദ്രമോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രി എന്ന് കേരളത്തിലെയും ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും കരുതുന്നു. Because Modi has delivered. Modi has given good governance, and without discrimination, he has helped Kerala for overall development. മോദി അദ്ദേഹം പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്തു. അദ്ദേഹം ഈ കേരളത്തിലെ ജനങ്ങളോട് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഈ ജനങ്ങളോട് എല്ലാവിധ കാര്യങ്ങളും കേരളത്തിന് വേണ്ടി ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയുണ്ടായി. 1.5 crore Keralites are getting free Saujanya Ari for last 40 months. 1.4 കോടി കേരളത്തിലെ ജനങ്ങൾക്ക് സൗജന്യ അരി ലഭിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ 4 മാസങ്ങളായിട്ട്. This is not Pinarayi Ari, this is Modi Ari, this is Modi Ari. ഇത് പിണറായി അരിയല്ല, മോദിയുടെ അരിയാണ്. 50 lakh youth and women have received mudra loans from 50,000 rupees to 10 lakh rupees. 50 ലക്ഷത്തോളം സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും ഇവിടെ മുദ്രാ ലോൺ ലഭിച്ചിരിക്കുന്നു. 50,000 മുതൽ 5 ലക്ഷം രൂപ വരെ മുദ്രാ ലോൺ ലഭിച്ചിരിക്കുന്നു. They got self-employment and they employed others also. അവര് സ്വയമായിട്ട് അവർക്ക് ജോലി ലഭിച്ചിരിക്കുന്നു. അതുകൂടാതെ മറ്റുള്ളവരെ ജോലിക്ക് പ്രാപ്തരാക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു. 32 lakh farmers of Kerala have received 32,000 rupees each in Kisan Sammana Paddhati. 32 ലക്ഷം കേരളത്തിലെ കർഷകർ 32,000 രൂപ വെച്ച് ഇതിനോടകം കേരളത്തിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കർഷകർക്ക്. 20 lakh citizens of Kerala have got Ayushman card and they are getting free treatment if any time they have to go to hospital. 20 ലക്ഷം കേരളീയർക്ക് ആയുഷ്മാൻ ഇൻഷുറൻസ് ലഭിച്ചിരിക്കുന്നു. അവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. There are 900 Janaushadhi Kendras, cheap medicine store of Narendra Modi. കേരളത്തിൽ There, what used to be 500 rupees medicine, you get in 100 rupees. കേരളത്തില് 900-ഓളം ജന ഔഷധി കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്ക് 500 രൂപയുടെ മരുന്നുകൾ വളരെ കുറച്ച വിലയ്ക്ക് അവിടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 10 lakh women have got Jal Jeevan tap water connection in the house. ജൽജീവൻ പദ്ധതി പ്രകാരം 10 ലക്ഷം സ്ത്രീകൾക്ക് അതിന്റെ ഗുണം ലഭിച്ചിരിക്കുന്നു. വാട്ടർ കണക്ഷൻ, ശുദ്ധജല വിതരണത്തിനുള്ള കണക്ഷൻ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 5 lakh women have got Ujjwal gas free connection and cylinder at 500 rupees each. 5 ലക്ഷം ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഉജ്ജ്വൽ യോജന പ്രകാരം ഗ്യാസ് കണക്ഷൻ ലഭിച്ചിരിക്കുന്നു. Everybody got free vaccination. In Gulf, in other countries, people had to pay for that injection. But here, 3 injections, no, not a single rupee. That is Modi injection. എല്ലാവർക്കും വാക്സിനേഷൻ കിട്ടിയിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളിൽ അവർക്കൊക്കെ പണം മുടക്കി വേണമായിരുന്നു വാക്സിനേഷൻ. ഇവിടെ 3 പ്രാവശ്യം ഇവിടെ യാതൊരു സൗജന്യമായിട്ട് എല്ലാവർക്കും കോവിഡ് കാലത്ത് വാക്സിനേഷൻ ലഭിച്ചിരിക്കുന്നു. Modi has done other development also. Kasaragod to Thiruvananthapuram, full 6-lane highway is already work going on, and next year it will be inaugurated by Prime Minister Narendra Modi. മോദി വികസനത്തിന്റെ കാര്യത്തിൽ മറ്റു പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 6 ലൈൻ ട്രാഫിക് ഹൈവേയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വർഷം നരേന്ദ്രമോദി അത് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. Mahe bypass, Kollam bypass, Alapura bypass,
all bypasses are ready, flyovers are ready, tunnels are ready, everything is ready. Kerala is taking a new jump which LDF and UDF never did in 70 years. മാഹി ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസ് ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളായിട്ട് LDFും UDFും ചെയ്യാതിരുന്ന വികസന പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി കേരളത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. Kochi Metro, Cochin Shipyard, Vizhinjam Port in Thiruvananthapuram, all this will make huge employments and more importantly Kerala a more important state. അതുപോലെ തന്നെ കൊച്ചി മെട്രോ, കൊച്ചി വാട്ടർ മെട്രോ, വിഴിഞ്ഞം പോർട്ട് ഇതുവഴി നിരവധിയായ തൊഴിൽ സാധ്യതകൾ ഈ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു. ഇത് കേരളത്തിന്റെ വികസന കുതിപ്പിന് അനന്തമായ സാധ്യതകൾ ഉണ്ടാക്കിയിരിക്കുന്നു. What is the difference between Modi and LDF and UDF? മോദിയും LDFും I will tell you. What is the difference? Difference is very simple. LDF gives benefits to their own favorite people, own voters, not to anybody else. UDF, when in power, gives benefits to only their voters and their favorites. Modi doesn't do that. Modi gives benefits to all those who are eligible. എന്താണ് മോദിയും LDFും UDFും തമ്മിലുള്ള വ്യത്യാസം? LDF ആണെങ്കിൽ അവരുടെ നേട്ടങ്ങൾ അവരുടെ ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നു. UDF ആണെങ്കിൽ അവരുടെ ഭരണ നേട്ടങ്ങൾ അവരുടെ ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നു. പക്ഷെ മോദി എന്താണ് ചെയ്യുന്നത്? LDF UDF ഒന്നോ നോക്കാതെ എല്ലാ ജനങ്ങൾക്കും ഒരുമിച്ച് അവർക്ക് നേട്ടമുണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് മോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. I was just seeing candidates' posters, no photo of Rahul. All our posters, photo of Narendra Modi. ഞാൻ ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ കണ്ടു, അവരുടെ മാത്രം ഫോട്ടോകൾ. അതേസമയം BJPയുടെ സ്ഥാനാർത്ഥികൾ, NDAയുടെ സ്ഥാനാർത്ഥികൾ നരേന്ദ്രമോദിയുടെ ഫോട്ടോകളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. What is this? What is the fight is all about? They say Communist and Congress are together. Yesterday in New Delhi, Rahul Gandhi and Sitaram Yechuri did this, and they are fighting here, LDF versus UDF. This is bogus fight. This is mock fight. This is one and the same. Vote for UDF is vote for LDF. Vote for LDF is vote for UDF. Vote for Modi is vote for Kerala and bright future of India. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതല്ലേ, അവിടെ രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഒരുമിച്ച് കൈപിടിച്ച് ഡൽഹിയിൽ അവർ മീറ്റിംഗ് നടത്തി. ഇവിടെ LDFന് വോട്ട് ചെയ്താലും ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? UDFന്. UDFന് വോട്ട് ചെയ്താലും ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? അവർക്ക് ആർക്ക് വോട്ട് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. മറിച്ച് വികസനത്തിന്റെ പേരിൽ ഇവിടെ മത്സരിക്കുന്ന നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്താൽ, BJPക്ക് വോട്ട് ചെയ്താൽ അതുകൊണ്ട് രാജ്യത്തിന് പ്രയോജനമുണ്ടാവും. I have gone to many houses in Kerala. When I ask how is Modi as a leader, they say Nallat Modi. I go to people of beneficiaries. I ask, you have got benefit of Modi scheme. What I tell Modi, they say Nanni Modi. But friends, only Nalla Modi and Nanni Modi is not enough. Matram Pora, vote Modi Kudivedam. ഞാൻ കേരളത്തിൽ പല വീടുകളിലും സന്ദർശിച്ചിട്ടുണ്ട്, അവരുമായിട്ട് സംവദിച്ചിട്ടുണ്ട്, അവിടുത്തെ ആൾക്കാരുമായിട്ട്, വീടുകളിലെ കുടുംബാംഗങ്ങളുമായിട്ട് സംവദിച്ചിട്ടുണ്ട്, അവരോട് മോദിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, നല്ല മോദി, നന്ദി മോദി എന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ പക്ഷെ അവരോട് പറഞ്ഞു, നല്ല മോദിയും നന്ദി മോദിയും മാത്രം പോരാ, വോട്ട് മോദിക്ക് വോട്ട് കൊടുക്കണം എന്ന് ഞാൻ അവരുമായിട്ട് പറയുകയുണ്ടായി. Today there is a news that Kannur, what is that cooperative bank society? Karavannur society and bank are looted by CPM, and today Enforcement Directorate has found many secret accounts of CPM there in that cooperative society. ഇന്ന് കേരളത്തിലെ ഒരു വലിയ വാർത്തയുണ്ട്. കരുവണ്ണൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ
CPM നടത്തുന്ന വൻ അഴിമതിയുടെ വാർത്തകൾ എന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ED-യും CBI-യും ഒക്കെ റെയ്ഡ് നടത്തി CPM-ന്റെ വ്യാജ അക്കൗണ്ടുകൾ പലതും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. CPM is what? LDF government means corruption. Live scam, Veena scam, CMRL scam, AI scam, K-phone scam, liquor, lottery and drugs. എന്താണ് LDF സർക്കാർ? അവര് കുംഭകോണങ്ങളുടെ സർക്കാരാണ്, അഴിമതികളുടെ സർക്കാരാണ്. ലൈഫ് അഴിമതി, K-phone അഴിമതി, അങ്ങനെ സർവത്ര അഴിമതികളുടെ സർക്കാരാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. What is Congress? Congress is nothing but only dynasty. Family first is their policy. CPM was not first family party, but now father-in-law, son-in-law and daughter, it is nothing but family rule. That is what is going on in Kerala. എന്താണ് കോൺഗ്രസ്? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കുടുംബാധിപത്യ പാർട്ടിയാണ്. അവരുടെ സ്വഭാവമാണ്. പക്ഷേ നേരത്തെ CPM അങ്ങനെയല്ലായിരുന്നു. അവരൊരു കുടുംബാധിപത്യ പാർട്ടി അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ CPM എന്താണ്? അവിടെ അമ്മായിയപ്പൻ, മരുമകൻ, അതുപോലെ മകൾ, അങ്ങനെയുള്ള കുടുംബാധിപത്യ പാർട്ടിയായിട്ട് CPM ഇപ്പോൾ മാറിയിരിക്കുന്നു. And therefore, let us go to people and tell that fight is between family first, and you have seen Modi. Modi is 20 hours work a day, not a single holiday. 22 years, no temperature, no cough, no cold, nothing. Working for the country, working for the country. അതുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുക. മറ്റു പാർട്ടികൾ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന പാർട്ടി. മറിച്ച് മോദി ആയിക്കൊള്ളട്ടെ, കഴിഞ്ഞ വർഷങ്ങളായിട്ട് അദ്ദേഹം ഒരു ദിവസം 20 മണിക്കൂർ വീതം ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് പനിയില്ല, ചുമയില്ല, മറ്റസുഖങ്ങളില്ല, ഇതൊന്നുമില്ലാതെ ഭാരതത്തിനു വേണ്ടി, രാഷ്ട്രത്തിനു വേണ്ടി അദ്ദേഹം 20 മണിക്കൂറും പണി ചെയ്തുകൊണ്ടിരിക്കുന്നു, വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. Modi says country first. CPM and Congress says family first. This is the fight between family first and country first. And I'm sure when this is the fight, Congress, nation first and family first, country will always win. Families will never win. That is, I'm very sure. കോൺഗ്രസ് പറയുന്നു കുടുംബമാണ് ഒന്നാമത്. അതുപോലെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റും പറയുന്നു കുടുംബമാണ് ഒന്നാമത്. മറിച്ച് മോദി പറയുന്നു രാജ്യമാണ് ഒന്നാമത്. ആ രാജ്യം ഒന്നാമതും കുടുംബം ഒന്നാമതും തമ്മിലുള്ള ആ മത്സരം, ആ യുദ്ധം, ആ മത്സരത്തിൽ ഭാരതത്തിലെ ജനങ്ങൾ കുടുംബം ഒന്നാമതല്ല, രാജ്യമാണ് ഒന്നാമത്, രാജ്യത്തിന് വേണ്ടിയാണ് സമർപ്പിക്കേണ്ടത് എന്ന് പറയുന്ന മോദിക്ക് പിന്നിൽ അണിനിരക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. From today we have only 23 days for election. 23 days for election. For going to people's homes. Go to people's homes. Tell them what Modi ji has given to Kerala. What Modi ji has given to each one Keralite. Though last time they have not voted for him, he has given the help and schemes. Now appeal them that you this time vote for Modi. Modi is coming. Modi is becoming third time Prime Minister. But Kerala should not remain aloof. 5+ seats we will win and we will make a history in Kerala's politics. നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലണം. ഇനി നമുക്ക് 23 ദിവസമാണുള്ളത്. ആ 23 ദിവസങ്ങളിൽ വീട് വീടാന്തരം കയറിയിറങ്ങണം. അവിടെ ജനങ്ങളോട് പറയണം, യാതൊരു സംശയവുമില്ല, മോദിജി തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. ആർക്കും ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് മോദിക്ക് വോട്ട് ചെയ്യണം. അതോടൊപ്പം മറ്റ് പാർട്ടികൾ വരാൻ യാതൊരു സാധ്യതയുമില്ല. മോദി തന്നെ വരും. കേരളത്തിൽ നിന്നും 5-ലധികം സീറ്റ് മോദിക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് നിങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവണം എന്നുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. I invite you. But one, 2 points I must tell. Yesterday, Rahul Gandhi said in Delhi that Modi has appointed his umpires.
but he doesn't know cricket. Now there are not only 2 umpires, but third umpire also. And decision of the third umpire is important. Third umpire are all you voters of Kerala and country. You are the third umpire and you will play the role and your decision will be final. ഞാൻ പറയട്ടെ, ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞു മോദി 2 അമ്പയർമാരെ നിയമിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ക്രിക്കറ്റിൽ രാഹുൽ ഗാന്ധിക്കൊന്നും അറിയില്ല. ഇപ്പോൾ ക്രിക്കറ്റിൽ 3-ാം അമ്പയർ ഉണ്ട്. 3-ാം അമ്പയറുടെ തീരുമാനമാണ് അവസാനം അന്തിമ വാക്ക്. നിങ്ങളാണ്, ജനങ്ങളാണ് ഈ രാജ്യത്തെ 3-ാം അമ്പയർമാർ. ആ 3-ാം അമ്പയർ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കും. അതായിരിക്കും അന്തിമ വാക്ക്. ഭാരതത്തിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് 3-ാം അമ്പയർമാരായ ജനങ്ങൾ ചിന്തിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. Rahul Gandhi said in yesterday's meeting, day after yesterday meeting, what he said, that, oh, there is problem in EVM. EVM is not good. But when they win in Karnataka, EVM is good. When they win in Telangana, their EVM is good. When they lose in Madhya Pradesh, Rajasthan, Chhattisgarh, EVM bad. How this is? EVM is the same. In 2004, Atalji brought first EVMs. Election was held and our government lost the election and Congress-led UPA came to the power. ഇപ്പൊ രാഹുൽ ഗാന്ധി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറിച്ചാണ് പറയാറുള്ളത്. അവര് കർണാടകത്തിൽ തെലങ്കാനയിലൊക്കെ അവർ വിജയിക്കുമ്പോൾ EVM കുഴപ്പമില്ല. അവര് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഒക്കെ പരാജയപ്പെടുമ്പോൾ EVMന്റെ കുഴപ്പമാണ്. ഞങ്ങള് 2004 അന്ന് അടൽ ബിഹാരി വാജ്പേയിജിയാണ് ഭാരതത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നത്. അന്ന് ഞങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഞങ്ങൾ ആരും EVMനെ കുറ്റം പറഞ്ഞിട്ടില്ല. 2014, it was Congress rule. EVM was used and Modi won. But this happens either way because EVM is good. You are not being appreciated by people. People are rejecting you. Congress was 414 seats in 1984 in parliament. And BJP was just 2. But then situation changed. Congress declined for 414 to 52. And BJP rose from 2 to 303. And this time 400 plus. That is what we are going to achieve. ഇവിടെ 2014 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴിയാണല്ലോ തെരഞ്ഞെടുപ്പ് നടത്തി. അന്ന് കോൺഗ്രസ് ആയിരുന്നല്ലോ അധികാരത്തിൽ. അന്ന് ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുകയുണ്ടായി, നരേന്ദ്രമോദി അധികാരത്തിൽ വരികയുണ്ടായി. അന്ന് അവരാരും അന്ന് EVMനെ കുറ്റം പറഞ്ഞില്ല. EVM അങ്ങോട്ട് കറക്റ്റ് ആയിട്ടാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പൊ അവിടെ തോക്കുമ്പോൾ EVMനെ കുറ്റം പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ 1984 കോൺഗ്രസിന് BJPക്ക് 2 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ വളർന്നു വന്ന് നമ്മൾ 303 സീറ്റിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുന്നു. അന്ന് കോൺഗ്രസിന് 414 സീറ്റ് ഉണ്ടായിരുന്നു. അവർ 52 സീറ്റിലേക്ക് താണുപോയിരിക്കുന്നു. And Kerala voters should not fear. Oh, communists are there, Congress are there. They will never be defeated. Yes, Congress was in power for 30 years in Bengal. Communists were in power for 34 years in Bengal. But what are the number of MLAs there? 0. Congress 0, Communist 0. In Kerala also, in few years, Congress will be 0 and Communist will be 0. That is what is happening in Kerala. കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും, ആ കോൺഗ്രസ്സുകാരുണ്ടല്ലോ അവർ ശക്തരാണ്, കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ അവർ ശക്തരാണ്, അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവർ വിജയിക്കും എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ബംഗാളിൽ 30-ലധികം വർഷം CPM ഭരിച്ചിരുന്നു. ഇന്ന് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM 0 ആയിരിക്കുന്നു, കോൺഗ്രസും 0 ആയിരിക്കുന്നു. കോൺഗ്രസ് 30-ലധികം വർഷം ഒരുമിച്ച് രാജ്യം ഭരിച്ചു. അവരും അവരുടെ സ്ഥിതിയും ഇന്ന് എന്താണ്? അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അനധിവിദൂര ഭാവിയിൽ, NDA മുന്നണി അനധിവിദൂര ഭാവിയിൽ കേരളം ഉൾപ്പെടെ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. Request at the end, you go to people every day, 5-10 houses, have dialogue with the family, and you will realize many voters who were voting for communists, who were voting for Congress,
are now voting for Modi. Bring them on the booth and let us be victorious. Namaskaram, Shubhakamanai. ഞാൻ നിങ്ങളോടെല്ലാവരോടും വിനീതമായിട്ട് അപേക്ഷിക്കുന്നു, നിങ്ങൾ എല്ലാ ദിവസവും വീടുകൾ സന്ദർശിക്കണം, 5 or 10 വീടുകൾ സന്ദർശിക്കണം, അവരോട് കാര്യങ്ങൾ വിശദീകരിക്കണം. അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ നമുക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിനു വേണ്ടി പോരാടാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. നന്ദി. ആരാധ്യനായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥി നമ്മളെ ഉടൻ തന്നെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനാണ്. അതിനു മുമ്പായിട്ട് വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാർ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ കുരുവിള മാത്യൂസ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നു. ശ്രീ PH രാമചന്ദ്രൻ LJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS രാധാകൃഷ്ണൻ സാറിന് സ്വീകരിക്കുന്നു. ശ്രീ VV രാജേന്ദ്രൻ SJDയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുകയാണ്. ശ്രീ VV അഗസ്റ്റിൻ നാഷണലിസ്റ്റ് പ്രോഗ്രസീവ് പാർട്ടി ഡോക്ടർ KS രാധാകൃഷ്ണൻ അവരുകളെ സ്വീകരിക്കുന്നു. ശ്രീ CA ജോയ് NCP അജിത് പവാർ വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് NDAയിലേക്ക് കടന്നു വന്ന ഘടകകക്ഷിയാണ്. ഒരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ നമ്മൾ അദ്ദേഹം സ്വാഗതം ചെയ്തിരിക്കുകയാണ്. നമ്മളോട് 2 വാക്ക് സംസാരിക്കുവാനായിട്ട് പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ശിവസേനയുടെ സുനിൽ അവരുകളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ലാലു LJP ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ശ്രീ ജോയി എളമക്കര വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. BDJSൻ്റെ ജില്ലാ അധ്യക്ഷൻ നമ്മുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നു. അഡ്വക്കേറ്റ് ശ്രീകുമാർ തട്ടാരത്ത്. ശ്രീ ദേവരാജ് സ്വീകരിക്കുന്നു. നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MN ഗിരി അവരുകൾ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നു. SJDയുടെ ശ്രീ ജോഷി തോമസ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുകയാണ്. മറ്റ് ഏതെങ്കിലും ആളുകൾ ഇവിടെ സ്വീകരിക്കാനുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ആ സ്വീകരണ പരിപാടികൾ അവസാനിപ്പിക്കാവുന്നതാണ്. ശ്രീ NN ഷാജി സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നു. ശ്രീ നമ്പൂതിരി സാറ് ഡോക്ടർ KS രാധാകൃഷ്ണൻ അവരുകളെ സ്വീകരിക്കുന്നു. ശ്രീ സുജിത്ത് BDJSൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ KS രാധാകൃഷ്ണൻ അവരുകളെ സ്വീകരിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ബഹുമാനായ പ്രഭാരി ശ്രീ പ്രകാശ് ജാവദേക്കർജി, സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനായ ജില്ലാ അധ്യക്ഷനും NDA ചെയർമാനുമായ അഡ്വക്കേറ്റ് KS ഷൈജു, ഈ സദസ്സിലും വേദിയിലും എല്ലാം സന്നിഹിതരായിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കരുത്തരായ നേതാക്കളെ, അതിനേക്കാൾ കരുത്തരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അത്യധികം സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഈ മഹാരാജ്യത്തെ ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നാക്കി മാറ്റുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു പ്രധാന സേവകനായി പ്രവർത്തിക്കാനുള്ള അവസരം, അതിനു വേണ്ടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും വോട്ട് അഭ്യർത്ഥിച്ച് പോകുന്നത്.
ഇവിടെ നമുക്കെതിരെ മത്സരിക്കുന്ന രണ്ട് കക്ഷികളെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു, LDFും UDFും. നിങ്ങൾ പത്രമാധ്യമങ്ങളിലെല്ലാം കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനായ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് വയനാട്ടിലാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കുന്നത് ആനി രാജയാണ്. ആനി രാജ എന്ന് പറഞ്ഞാൽ ഡാനിയൽ രാജയുടെ ഭാര്യയാണ്. ഡാനിയൽ രാജ എന്ന് പറഞ്ഞാൽ CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. ആ അഖിലേന്ത്യാ CPIയിലെ സെക്രട്ടറി അഴിമതി നടത്തിയതിൻ്റെ പേരിൽ അകത്താക്കപ്പെട്ട നേതാക്കളെ വിമോചിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി ഒരുമിച്ച് ഡൽഹിയിൽ നടത്തിയ ആ പൊറാട്ട് നാടകത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടി അവിടെ സന്നിഹിതനായപ്പോൾ ഈ ഡാനിയൽ രാജ രാഹുൽ ഗാന്ധി എന്ന രാഹുൽ വിൻസിയെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞത് അങ്ങയെ ഞങ്ങൾ ഡൽഹിയിൽ പ്രധാനമന്ത്രിയാക്കും എന്നാണ്. ഇവിടെ വെച്ച് പറയുന്നത് എന്താണ്? വയനാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യയ്ക്ക് വേണ്ടി അദ്ദേഹവും പറയുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് ആനി രാജയെ ജയിപ്പിക്കണമെന്നാണ്. രാഹുൽ ഗാന്ധി ഒരൊറ്റ മണ്ഡലത്തിലേ മത്സരിക്കുന്നുള്ളൂ, അത് വയനാട്ടിലാണ്. അവിടെ വെച്ച് തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ കഴിയുക എന്ന സാമാന്യ യുക്തിയുടെ ചോദ്യം പോലും മറന്നു പോകുന്ന LDFും UDFും ഒരുമിച്ച് നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയെ നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി ഈ രണ്ട് കൂട്ടർക്കെതിരെയുമുള്ള യുദ്ധം തുടരാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നതും എൻ്റെ അഭിപ്രായവും. ഈ യുദ്ധത്തിൽ നമ്മൾ ജയിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. എന്താ കാരണം? ജനാധിപത്യ സംവിധാനത്തിൽ അഴിമതിരഹിതവും പക്ഷപാതരഹിതവും സുതാര്യവുമായ ഭരണസമ്പ്രദായം സാധ്യമല്ല എന്ന് ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കുന്ന പണ്ഡിതന്മാർ ലോകത്തെല്ലായിടത്തും വിധി എഴുതിയിരുന്നൊരു കാലത്തിലാണ് ഇതാ ആദ്യമായി ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ നായകൻ കഴിഞ്ഞ 22 വർഷമായി അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച നായകൻ, ആ നായകൻ നമുക്ക് കാണിച്ചു തന്നത് അഴിമതിരഹിതവും സുതാര്യവും സ്വജനപക്ഷപാതരഹിതവുമായ ജനാധിപത്യ ഭരണ സമ്പ്രദായം സാധ്യമാണ് എന്നാണ്. ഇത് വേറെ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? നിങ്ങൾ ഒരാളെ പറഞ്ഞു തരൂ, ഇത് വേറെ ആർക്ക് കഴിഞ്ഞു? ഇടതുപക്ഷത്തിന് കഴിഞ്ഞു? ഞാൻ ചോദിക്കുന്നില്ല. ഇവിടെ പ്രകാശ്ജി പറഞ്ഞു കരുവന്നൂർ ബാങ്ക് കൊള്ളയടിച്ച് CPM കൊണ്ടുപോയി എന്ന്. ഒരു ചെറിയ തിരുത്തുണ്ട്. CPM അല്ല കൊണ്ടുപോയിരിക്കുന്നത്, CPMിലെ ഒരു പ്രബല വിഭാഗം കേരളത്തെയാകെ കൊള്ളയടിച്ച് അവരുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റിയിരിക്കുന്നു. അത് മകൻ്റെയും മകളുടെയും ഇവരുടെ ഭർത്താക്കന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും പേരിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിക്ഷേപമായി നടത്തിയിരിക്കുന്നു. ഇത് നിഷേധിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ പറയട്ടെ. മുഖ്യമന്ത്രി കൈക്കൂലി വാങ്ങിച്ചു. പറയുന്നത് ഞാനല്ല, എൻ്റെ മെക്കിട്ടാരും കയറാൻ വേണ്ട. മുഖ്യമന്ത്രി കൈക്കൂലി കൈപ്പറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ആദായ നികുതി വകുപ്പിൻ്റെ അവാർഡിൽ ഉള്ള ആ ഡിഗ്രിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അവാർഡിലാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ആയതുകൊണ്ട് അത് രേഖയാണ്, തെളിവാണ്. അതിലാരാണ്? അതിൽ PV എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എന്ന് CMRL കമ്പനിയുടെ നേതാവായ കർത്തയും അദ്ദേഹത്തിൻ്റെ അനുചര വൃന്ദവും കോടതിയിൽ ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ
പിണറായി വിജയൻ കോടികൾ കൈപ്പറ്റി. മകൾ നോക്കുകൂലിയും മേടിച്ചു. മകൾ വാങ്ങിച്ച നോക്കുകൂലിയാണ് 1,78,00,000 രൂപ. അച്ഛന് കൈക്കൂലി, മകൾക്ക് നോക്കുകൂലി, മകന് ദുബായിൽ പാരിതോഷികം. ഇങ്ങനെയല്ലേ സഖാക്കളെ നിങ്ങൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ മോദിയെ നോക്കൂ. കഴിഞ്ഞ 22 വർഷമായി മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഈ രാജ്യത്തെ അഴിമതിരഹിതമായ ഭരണത്തിലേക്ക് നയിച്ച ഒരു പ്രധാനമന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണമെങ്കിലും ഉന്നയിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല. അതാണ് മോദി. പറഞ്ഞത് ചെയ്യുന്നതാണ് മോദി. പറഞ്ഞത് ചെയ്തു. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ആഹാരവും വസ്ത്രവും പാർപ്പിടവും വൈദ്യസഹായവും വിദ്യാഭ്യാസവും തൊഴിലും ഉറപ്പ് നൽകും എന്ന് പറഞ്ഞ നരേന്ദ്രമോദി അതെല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ കണക്ക് ബഹുമാനായ പ്രകാശ് ജാവദേക്കർജി നിങ്ങളോട് പറഞ്ഞു. അതാണ് മോദി ഗ്യാരണ്ടി. അതാണ് മോദി ഗ്യാരണ്ടി. 50 കോടി ജനങ്ങളെ ബാങ്കിങ് സെക്ടറിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഇക്കണോമിക് എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും രാജ്യത്തിന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ പങ്കാളിത്തം നൽകുന്നതാണ് എന്ന് പറഞ്ഞ് അത് സ്ഥാപിച്ചതാണ് മോദി ഗ്യാരണ്ടി. അതാണ് മോദി ഗ്യാരണ്ടി. അഴിമതിയില്ലാതെ, സ്വജനപക്ഷപാതമില്ലാതെ സുതാര്യമായ ഭരണം നടത്തും എന്ന് പറയുന്നതാണ് മോദി ഗ്യാരണ്ടി. ഈ രാജ്യത്തൊരുവനും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് മോദി ഗ്യാരണ്ടി. കെടുകാര്യസ്ഥതയില്ലാത്ത ഒരു ഭരണ സമ്പ്രദായം എങ്ങനെയാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് മോദി ഗ്യാരണ്ടി. ഇന്ത്യയുടെ യുവാക്കളുടെ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ യുവാക്കളുടെയും സ്വപ്ന രാജ്യമായി, അവരുടെ ഡെസ്റ്റിനേഷനായി ഇന്ത്യയെ മാറ്റുന്നതാണ് മോദി ഗ്യാരണ്ടി. ഈ മോദി ഗ്യാരണ്ടിക്ക് ഇക്കുറി ഒരു വോട്ട് വേണം എന്നാണ് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. ഇക്കുറി പറയൂ, ഇക്കുറി ഒരു വോട്ട് മോദിക്ക്. ഉറക്കെ പറയൂ, ഇക്കുറി ഒരു വോട്ട് മോദിക്ക്. ആ മോദിക്കൊരു വോട്ടിന് വേണ്ടി നമുക്കൊരുമിച്ച് നിന്നാൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എറണാകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ വിജയിച്ചിരിക്കും എന്ന് നമുക്കാർക്കും സംശയമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമുക്കൊരുമിച്ച് നിൽക്കാം. എനിക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ജനങ്ങൾ വോട്ട് ചെയ്യും, നമ്മൾ ജയിച്ചിരിക്കും. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് നീങ്ങാം. ഇക്കുറി ഒരു വോട്ട് മോദിക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ജനങ്ങൾക്കിടയിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് ബഹുമാന്യായിട്ടുള്ള ശ്രീമതി പത്മജ വേണുഗോപാൽ, രക്ഷാധികാരികൾ ബഹുമാനായുള്ള ശ്രീ AN രാധാകൃഷ്ണൻ, ജസ്റ്റിസ് ശ്രീ PN രവീന്ദ്രൻ അവർകൾ, ശ്രീ മേജർ രവി, ശ്രീ കുരുവിള മാത്യൂസ്, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ, ശ്രീ PH രാമേന്ദ്രൻ, ശ്രീ LJP സംസ്ഥാന അധ്യക്ഷൻ,
വി അഗസ്റ്റിൻ പ്രോഗ്രസീവ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ്, ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ, NDAയുടെ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് KS ഷൈജു, ജോയിൻറ്റ് കൺവീനർമാർ ശ്രീകുമാർ തട്ടാരത്ത്, ശ്രീ ജോഷി P. തോമസ്, ശ്രീ ഹരിദാസ് PK, ശ്രീ A. റഷീദ്, സുധീർ ഗോപി, ശ്രീ MN ഗിരി, ശ്രീ സജീന്ദ്രൻ, ശ്രീ അധികായൻ, ശ്രീ CV സജനി, ശ്രീ PR ശിവശങ്കരൻ, ശ്രീ CG രാജഗോപാൽ, ശ്രീ ശൈലേന്ദ്രനാഥ്, ശ്രീ ഡോക്ടർ CM ജോയ്. ഒരു കൊച്ചുകുട്ടി നമ്മുടെ സ്ഥാനാർത്ഥിയെ ചാണനീച്ചേക്കുന്ന ആ കുട്ടിയെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ശ്രീമതി സുധാ ദിലീപ്, ശ്രീ KP രാജൻ, ശ്രീ അഡ്വക്കേറ്റ് PL ബാബു, ശ്രീമതി വിനിത ഹരിഹരൻ, ശ്രീ KS രാജേഷ്, സ്മിത മേനോൻ, വൈസ് ചെയർമാൻമാരായിട്ട് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, ശ്രീ KVS ഹരിദാസ്, ശ്രീമാൻ GG ജോസഫ്, അഡ്വക്കേറ്റ് KV സാബു, ശ്രീ ഹെർമൻ, പ്രൊഫസർ മോഹനൻ മാഷ്, ശ്രീമതി ഷീബ ടീച്ചർ, ശ്രീ അനൂപ് അയ്യപ്പൻപിള്ള, ശ്രീ NP ശങ്കരൻകുട്ടി, ശ്രീ VK സുദേവൻ, ശ്രീ KP സുബ്രഹ്മണ്യൻ, ശ്രീ ശശിധരൻ മാഷ്, ശ്രീമതി ശ്യാമള S പ്രഭു, പത്മജേസ് മേനോൻ, അഡ്വക്കേറ്റ് NVS നമ്പൂതിരി. അതോടൊപ്പം നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നോമിനേഷൻ പേപ്പർ മുതൽ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റേ നിയമകാര്യ ഉപദേശ സമിതി തുടങ്ങി അവസാനം കൗണ്ടിങ് സ്റ്റാറ്റിസ്റ്റിക്സ് വരെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ 34ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നു. ഏതാണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മാത്രമായിട്ട് ഏതാണ്ട് 80ഓളം ആളുകൾ അംഗങ്ങളാണ്. അത് നേരത്തെ ഇതിന് മുമ്പ് ഉള്ള ഒരു യോഗത്തിൽ പ്രഖ്യാപിച്ചതാണ്. സമയപരിമിതി മൂലം അതെല്ലാം വായിക്കുന്നില്ല. ഈ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷനായിട്ട് ശ്രീ അഡ്വക്കേറ്റ് S സജി, പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന NDAയുടെ മണ്ഡലത്തിൻ്റെയും ജില്ലയുടെയും നേതാക്കന്മാർ, കൊച്ചി മഹാനഗരത്തിലെ എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലെ പൗരപ്രമുഖരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അടങ്ങുന്ന 1001 അംഗ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി മുമ്പാകെ യോഗം മുമ്പാകെ സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ പാർട്ടിയുടെ ജില്ലയുടെ BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സജി. ഇന്നത്തെ ഈ ഒരു മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ NDAയുടെ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് KS ഷൈജു അവർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിന് ഏറ്റവും പ്രചോദനകരമായ രീതിയിലുള്ള ഉദ്ഘാടന പ്രസംഗം നടത്തി നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ പ്രഭാരി ശ്രീ പ്രകാശ് ജാവേദ്കർജിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ പരിപാടിയിൽ വളരെ മനോഹരമായി NDAയുടെ പുതിയ പദ്ധതികളെ പറ്റിയും നമ്മൾ വിജയിക്കുന്നതിനെ പറ്റിയിട്ടും സംസാരിച്ച നമ്മളുടെ ആരാധ്യനായിട്ടുള്ള സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ വേദിയിൽ സംസാരിക്കുകയും പങ്കെടുക്കുകയും ചെയ്ത മുഴുവൻ NDAയുടെ ഘടകകക്ഷികൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിലുപരിയായിട്ട് ഈ മഹാസമ്മേളനം വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിൽ ഓരോ നിമിഷവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആയിരക്കണക്കിനായിട്ടുള്ള NDAയുടെ മുഴുവൻ പ്രവർത്തകർക്കും ഒറ്റവാക്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ആളുകൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കൾ, മറ്റ് ഈ ഹാളിൻ്റെ വിട്ടുതന്ന അധികാരികൾ അടക്കം ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ്, മണ്ഡലത്തിൻ്റെ പ്രഭാരി, നിയമസഭാ പ്രഭാരി, മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറിമാർ എന്നിവർ ഇവിടെ തുടരേണ്ടതാണ്. ഒരറിയിപ്പുണ്ട്. BJPയുടെ മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, സംഘടനാ പ്രഭാരി, നിയമസഭാ പ്രഭാരി, ഇത്രയും ആളുകൾ ഇവിടെ ഈ വേദിക്ക് സമീപം എത്തിച്ചേരേണ്ടതാണ്.